ആംപേഴ്സ് ലോയുടെ ഒരു പ്രൂഫ് എന്ന് പറയാവുന്നതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തത്. പക്ഷേ അതൊരു സ്പെഷ്യൽ കണ്ടീഷനായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കേസ് എടുത്തുകൊണ്ടാണ് നമ്മൾ ആംപേഴ്സ് ലോയിലേക്ക് എത്തിയത്. ദറ്റ് ഈസ് ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ടൈംസ് ജെ എന്ന് പറയുന്ന റിസൾട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എടുത്തത് എങ്ങനെയായിരുന്നു? ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തത് ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു വയർ ഉണ്ടായിരുന്നു. ആ വയറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം, ഒരു സർക്കുലർ ഫീൽഡാണ്. ഓക്കെ, ഇങ്ങനെ പോകുന്ന ഒരു ഫീൽഡ്. ഓക്കെ, അത് റേഡിയസിൽ നിന്ന് ഇങ്ങനെ നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ഫീൽഡാണ്. ഇത്തരത്തിലൊരു ഫീൽഡ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്തത്? ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ജെ എന്ന് പ്രൂവ് ചെയ്തത്. അപ്പം ഒരു ജനറൽ ഫീൽഡിന് ഇത് ശരിയായിരിക്കുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം, അല്ലെങ്കിൽ അവിടെ വെച്ചാണ് നമ്മൾ പോസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഡെൽ ക്രോസ് ബി എന്ന് പറയുന്നത് ഇനിയൊരു ആക്ച്വൽ ഫോമിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം ഇത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലും ഇതേ കേസ് വന്നിട്ടുണ്ട്. നമ്മളൊരു സ്പെഷ്യൽ കേസിന് വേണ്ടിയിട്ട് നമ്മൾ ഗോസസ് ലോ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഒരു ക്യൂ എന്ന് പറയുന്നൊരു ചാർജ് എടുത്തിട്ട് അതിന് ചുറ്റുമുള്ള ഫീൽഡ് വെച്ചിട്ട് നമ്മൾ ഗോസസ് ലോ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് ഗോസസ് ലോ അല്ലെങ്കിൽ ഫോർ എ ജനറൽ ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണമായിരുന്നു? ഡെൽ ഡോട്ട് ടി കാൽക്കുലേറ്റ് ചെയ്തെടുക്കണമായിരുന്നു. അതായത് ഈയുടെ എക്സ്പ്രഷൻ നമ്മുടെ കയ്യിലുണ്ട്, അതിൻ്റെ ഡൈവേർജൻസ് ഡയറക്റ്റ്ലി മാത്തമാറ്റിക്കലി തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. എങ്കിലേ അതിനെ നമുക്കൊരു എല്ലാ കേസിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൂഫ് എന്ന് പറയാൻ പറ്റും. ദിസ് ഈസ് എ കൈൻഡ് ഓഫ് സ്പെഷ്യൽ കേസ് പോലെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ ഡൈവേർജൻസ് as well as the curl, okay, and curl of the magnetic field B. Okay, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. that is del dot B and del cross B. okay okay so നമ്മൾ അതിനു വേണ്ടി ചെയ്യുന്നത് ഇങ്ങനെയാണ്. സേ നമുക്കൊരു വോളിയം ഉണ്ട്. വി ഹാവ് എ വോളിയം, സം വോളിയം വി എന്ന് വിചാരിച്ചു. ഒരു വലിയ വോളിയമാണ്. വി ഹാവ് എ വോളിയം ആൻഡ് ആ വോളിയത്തിൽ കൂടെ എന്ത് പോകുന്നുണ്ട്? ദെയർ ഈസ് എ വോളിയം ചാർജ് ഡെൻസിറ്റി, വോളിയം കറണ്ട് ഡെൻസിറ്റി, ദാറ്റ് ഈസ് കോൾഡ് ജെ. ഓക്കെ, അപ്പം ഇവിടെ എന്തുണ്ട്? ഒരു ജെ ഉണ്ട്. ഓക്കെ, ഈ ജെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണം അറ്റ് എ ഡിസ്റ്റൻസ് ബി. ഓക്കെ, ഡിസ്റ്റൻസ് ബി അല്ല, ഡിസ്റ്റൻസ് ഞാൻ പറയാം. ഓക്കെ, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻറ്റിലെ ലെറ്റ് ദിസ് ബി ദാറ്റ് പോയിൻറ്റ്. ഓക്കെ, ഈ പോയിൻ്റ് പിയിലെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ചെയ്യുന്നത് എന്താണ്? വി ടേക്ക് എ വോളിയം എലമെൻറ്റ്. ഓക്കെ, ഒരു വോളിയം എലമെൻറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഇത് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്ത് ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട്, അതാണ് ബയോട്ട്-സവാർട്സ് ലോയിൽ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മളിതുവരെ ആംപിയേഴ്സ് ലോ അപ്ലൈ ചെയ്യാറായിട്ടില്ല, അല്ലെ ആംപിയേഴ്സ് ലോയുടെ പ്രൂഫിലേക്കാണ് പോകുന്നത്. ഇപ്പോഴും നമ്മുടെ കയ്യിലുള്ളത് ബയോട്ട്-സവാർട്സ് ലോ മാത്രമാണ്. അപ്പം ബയോട്ട്-സവാർട്സ് ലോ ഉപയോഗിച്ച് നമ്മളെപ്പോഴും ചെയ്തെങ്ങനെയാണ്? നമ്മൾ ലൈൻ കറണ്ടിൻ്റെ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും ഒരു എലമെൻറ്റ് എടുത്തിട്ട് മറ്റേ ഡിസ്റ്റൻസിലുള്ള കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തു വന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു വോളിയം ഡീറ്റോ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മൾ സാധാരണ സെറ്റപ്പ് ചെയ്യുന്ന പോലെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഇവിടെ ചെയ്യുകയാണ്. ലെറ്റ് ദിസ് ഒരു ആക്സിസ് ഉണ്ട്, ഇതാ ഒറിജിനൽ എന്ന് വിചാരിക്കാം. അപ്പം ഒറിജിനിൽ നിന്ന് നമ്മുടെ ഈ പോയിൻ്റ് പി എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ഫീൽഡ് പോയിൻ്റ് ആണ്. സോ ഫീൽഡ് പോയിൻറ്റിലേക്ക് ഡ്രോ ചെയ്യുന്ന വെക്ടറിനെ നമ്മൾ എന്ത് വിളിക്കും? വി കോൾ ഇറ്റ് ആസ് ആർ എന്ന് വിളിക്കുന്നത് അതിനെയാണ്. ഓക്കെ, അപ്പം ആറിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ആർ എന്ന് പറയുന്നത് സം എക്സ് ഐ ക്യാപ്പ് പ്ലസ് വൈ ജെ ക്യാപ്പ്, സോറി നമ്മൾ വൈ ജെ അല്ല യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നൊട്ടേഷനിലെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് എക്സ് ക്യാപ്പ് പ്ലസ് വൈ ക്യാപ്പ് പ്ലസ് ഇസഡ് ക്യാപ്പ് എന്ന് പറയുന്നതാണ് ആർ എന്ന് വിചാരിക്കാം. ലെറ്റ് ദിസ് ബി ദ ആർ. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ആർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ദ ഫീൽഡ് വെക്ടർ. ഓക്കെ, ഇനി നമുക്ക് എന്തുണ്ട്? അതേപോലെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന മറ്റൊന്നാണ് ആർ ഡാഷ്, അതായത് സോഴ്സ് എന്ന് വെച്ചാൽ സോഴ്സിൻ്റെ വെക്ടർ, അല്ലേ? സോഴ്സിൻ്റെ പൊസിഷൻ വെക്ടർ. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ സോഴ്സ്. അപ്പം ഇതാണ് ടോട്ടൽ സോഴ്സ്. ഈ ടോട്ടൽ സോഴ്സിൽ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഡീറ്റോ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ആണ്. ഈ ഡീറ്റോ എന്ന് തൽക്കാലം എഴുതുന്നു. നമുക്കതിൻ്റെ ചെറിയ നൊട്ടേഷനിൽ വീണ്ടും മാറ്റം വരുന്നുണ്ട്. എനിവേ, ഡീറ്റോ എന്ന് പറയുന്ന ഒരു എലമെൻ്റാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ അതിനും നമുക്ക് എന്ത് വേണം? വി നീഡ് എ പൊസിഷൻ വെക്ടർ. സോ വി ഡ്രോ ദാറ്റ്. ഓക്കെ, അതിനെ നമ്മൾ എന്താണ് യൂഷ്വലി വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് ആർ ഡാഷ് എന്നായിരിക്കും അതിനെ വിളിക്കാം. ഓക്കെ, so let r dash is equal to x dash x cap plus y cap, sorry, y dash y cap plus z dash z cap എന്ന് വിളിക്കാം. Now we got r and r dash. This is called the field vector
അല്ലെങ്കിൽ പൊസിഷൻ വെക്ടർ ഓഫ് ദ ഫീൽഡ് പോയിൻറ്റ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ദ സോഴ്സ് പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ അത് രണ്ടുമായി. ഇനി നമുക്ക് എന്താണ് ആക്ച്വലി വേണ്ടുന്നത്? നമ്മുടെ ബയോട്ട്-സവാർട്സ് ലോയിൽ ഒരു ആറുണ്ട്. ആ ആറെന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ദ സെപ്പറേഷൻ വെക്ടർ. അതായത് സോഴ്സിൽ നിന്ന് ഫീൽഡിലേക്ക് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ദിസ് ഈസ് ദ സെപ്പറേഷൻ വെക്ടർ. എപ്പോഴും അങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. അത് ആ കൺവെൻഷനാണ്. ആ കൺവെൻഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ബി എന്ന് അല്ലെങ്കിൽ ഈ സെപ്പറേഷൻ വെക്ടറിനെ നമ്മൾ ക്യാപിറ്റൽ ആർ എന്നാണ് ഉപയോഗിച്ചത്. നിങ്ങളുടെ ഗ്രിഫിത്തിൻ്റെ ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വീണ്ടും പറയുന്നു, ഈ ആറിന് പകരം യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആറാണ്. ഓക്കെ, നമ്മൾ ചിലപ്പോൾ എഴുതുമ്പോൾ മാറിപ്പോയിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്യാപിറ്റൽ ആർ നേരത്തെ തൊട്ടേ ഉപയോഗിച്ച് വരുന്നത്. സോ വെയർ ആർ ഈസ് ദ സെപ്പറേഷൻ വെക്ടർ. സോ ആർ ഈസ് ദ സെപ്പറേഷൻ വെക്ടർ. ഓക്കെ, അപ്പം അതെന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു ആർ മൈനസ് ആർ ഡാഷ്. സോ ഇറ്റ് ഇസ് അപ്പോൾ ആർ മൈനസ് ആർ ഡാഷ് എന്താവും? യെസ്, എക്സ് മൈനസ് എക്സ് ഡാഷ് ഇൻറ്റു എക്സ് ക്യാപ് പ്ലസ് വൈ മൈനസ് വൈ ഡാഷ് ഇൻറ്റു വൈ ക്യാപ്. ജസ്റ്റ് മൈനസ് ചെയ്യുന്നുള്ളൂ, ആർ മൈനസ് ആർ ഡാഷ് ചെയ്യാണ്, പ്ലസ് ഇസഡ് മൈനസ് ഇസഡ് ഡാഷ് ഇൻറ്റു ഇസഡ് ക്യാപ്. ദിസ് ഈസ് മൈ ആർ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കാര്യം കൂടി നോക്കുക. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് പോയിന്റിലെയാണ്? നമ്മൾ ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഫീൽഡ് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ്. എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വി ആർ കാൽക്കുലേറ്റിംഗ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് പി. ഓക്കെ, എന്ന് വെച്ചാൽ ബി അറ്റ് പി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പി. അല്ലെങ്കിൽ ഇതിനെ വേറൊരു രീതിയിൽ എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. പി എന്ന് പറയുന്നത്, പി എന്ന ആ സിമ്പൽ കാണിക്കുന്നത് തന്നെ എന്താണ്? ഈ പർട്ടിക്കുലർ പോയിന്റിനെയാണ് കാണിക്കുന്നത്. ആ പോയിന്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആരെ എഴുതിയിരിക്കുന്നത്? എൻ്റെ ഫീൽഡ് പോയിന്റിലേക്കുള്ള വെക്ടറിനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ, ഓക്കെ, ബി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റ്. ഏത് പോയിൻ്റാണ് ആക്ച്വലി? എക്സ് വൈ ഇസഡ്. അതായത് ഈ പോയിന്റിനെ എനിക്ക് വേണമെങ്കിൽ സം 1 2 3 എന്ന് വിളിക്കാമല്ലോ. ഈ പോയിന്റ് 1 2 3, അതായത് ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് 1 2 3 ആണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇൻറ്റു എക്സ് ക്യാപ്പ് പ്ലസ് 2 ഇൻറ്റു ജെ ക്യാപ്പ്, ആ വെക്ടർ ആയിരിക്കുമല്ലോ. അപ്പം ഇൻ ജനറൽ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് വൈ ഇസഡ് എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് ഇസഡ്. സോ വി ആർ കാൽക്കുലേറ്റിംഗ് ദ ബി അറ്റ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എഴുതുക, ബി അറ്റ് ആർ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ബി അറ്റ്, അവിടെ വെക്ടർ കൊടുക്കണമെന്നില്ല, കൊടുത്താലും കുഴപ്പമില്ല. ബി അറ്റ് ആർ ഈസ് ഈക്വൽ ടു ഇതാണ്. ഓക്കെ, അപ്പം ബി ഓഫ് എക്സ് വൈ സെഡ് ആണ് കാൽക്കുലേറ്റ്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. നമ്മൾ ഫൈനൽ ആൻസർ കിട്ടുന്ന സമയത്ത് നമ്മുടെ ബി എന്ന് പറയുന്നത് വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ് ആയിരിക്കും എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ബി എക്സ് വൈ ഇസഡ് എന്ന് എഴുതുന്നത്. ഓക്കെ, നമ്മൾ ഓരോന്നും എന്തിൻ്റെ ഫംഗ്ഷനായിട്ട് വരുമെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ എന്തുണ്ട്? നമുക്ക് ഒരു ചെറിയ വോളിയം എലമെൻ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വോളിയം എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ് ഉണ്ട്, ഒരു ഡി എക്സ് ഉണ്ടാവും, ഒരു ഡി വൈ ഉണ്ടാവും, ഒരു ഡി ഇസഡ് ഉണ്ടാവും. ഓക്കെ, ആ ഡി എക്സ് ഡി വൈ ഡി ഇസഡ് എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? വി കോൾ ഇറ്റ് ആസ് ഡി എക്സ് ഡാഷ് ഡി വൈ ഡാഷ് ആൻഡ് ഡി ഇസഡ് ഡാഷ്. കാരണം നമ്മൾ എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് ഡാഷ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ഫീൽഡ് പോയിന്റിനെ സോഴ്സ് പോയിന്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ വോളിയത്തിനെ, ഈ ടോട്ടൽ വോളിയത്തിനെ നമ്മൾ ഡി ടോ ഡാഷ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, സോ ഡി ടോ ഡാഷ് ഈസ് ഈക്വൽ ടു ഡി എക്സ് ഡാഷ് ഡി വൈ ഡാഷ് ഡി ഇസഡ് ഡാഷ്. അത് പറയാൻ അതിനെ നമ്മൾ വേറൊന്നായിട്ട് എടുക്കാനുള്ള ഒരു കാരണം കൂടിയുണ്ട്. ആക്ച്വലി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത്, ടോട്ടൽ ഇൻ്റഗ്രൽ എടുക്കുന്ന സമയത്ത് ഒരു ഇൻ്റഗ്രൽ ഡി ടോ ഫോമിലായിരിക്കും വരുന്നത്. പക്ഷേ ഈ ഡി ടോ എന്ന് പറയുന്നത് എന്താണ്? ആർ ഡാഷിനനുസരിച്ച് വേരി ചെയ്യുന്നതാണ്. ഇവിടെ ഒരു പർട്ടിക്കുലർ കേസിൽ, അതായത് ഈ ഒരു റെസ്പെക്റ്റീവ് കേസ് തന്നെ നിങ്ങൾ നോക്കുക. ഇവിടെ നോക്കുന്ന സമയത്ത് ആർ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, കാരണം നമ്മൾ ഈ പോയിന്റിലെ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, പക്ഷേ ആർ ഡാഷ് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് വെക്ടർ അല്ല. നോക്കിയാൽ മനസ്സിലാവും, ആർ ഡാഷിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ ഇതാണ്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ ഫീൽഡേ കിട്ടുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് വേറൊരു പോയിന്റ് എടുക്കും. ഓക്കെ, ദെൻ വേറൊരു പോയിന്റ് എടുക്കും. ഐ മീൻ ഓരോ വോളിയം എലമെൻറ്റ്സ് കൺസിഡർ ചെയ്യുന്ന സമയത്തെല്ലാം നമ്മുടെ വെക്ടേഴ്സ് ഓരോന്നോരോന്ന് മാറിക്കൊണ്ടിരിക്കുക. ആക്ച്വലി വി ആർ ഇൻ്റഗ്രേറ്റിംഗ് ഓവർ ദാറ്റ് ഡി ടോ ഡാഷ് നോട്ട് ഓൺ ഡി ടോ. ഓക്കെ, അല്ലെങ്കിൽ ഓരോ ഡി ടോസ് എടുക്കുന്ന സമയത്തും നമ്മുടെ ആർ ഡാഷ് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് പറയാൻ വേണ്ടി സ്പെസിഫിക്കലി, അതായത് ആറിനെ അല്ല, ഓക്കെ, ആറിനെ അല്ല, ആർ ഡാഷിനെയാണ് ആര് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡി ടോ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ വി റെപ്രസെൻറ്റ് ഇറ്റ് ആസ് ഡി ടോ ഡാഷ് ആൻഡ് ദ വാല്യൂ ഓഫ് ഇറ്റ് ഈസ് ഡി എക്സ് ഡാഷ് ഡി വൈ ഡാഷ് ആൻഡ് ഡി ഇസഡ് ഡാഷ്. ഓക്കെ, ഇനി ദെയർ ഈസ് അനദർ തിങ് കോൾഡ് ജെ. എന്താണ് ജെ? നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു വോളിയമാണുള്ളത്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു വോളിയമാണ്. ഈ വോളിയത്തിലൂടെ ഉള്ളത് എന്താണ്? ഒരു വോളിയം ചാർജ് ഡെൻസിറ്റി, വോളിയം കറണ്ട് ഡെൻസിറ്റി ജെ ആണ് നമുക്കുള്ളത്. ഓക്കെ,
സോ ജെ എന്ന് പറയുന്നത് ഈ പോയിന്റിലെയാണ് അല്ലേ, നമ്മുടെ സോഴ്സ് പോയിന്റിലെയാണ് പറയുന്നത്. അപ്പോൾ സോഴ്സ് പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആർ ഡാഷ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റിലെയും ജെ ഓക്കെ ക്രോസ് ആർ ക്യാപ്പ് എന്നാണ് നമ്മുടെ ബയോട്സ്-ലെവാർട്സ് ലോ വരിക. അപ്പോൾ ജെ എന്ന് പറയുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്യും? ജെ ഈസ് ആൾസോ എ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ഓഫ് ആർ ഡാഷ്. അതുകൊണ്ട് ജെയെ നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് ഡാഷ് എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഇത് ഇത്രയും മനസ്സിലാക്കുക. ഓരോന്നും എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ എഴുതി വെച്ചത്. ഓക്കെ, ഇനി നമുക്ക് ബയോട്സ്-ലെവാർട്സ് ലോ എഴുതാം. ബയോട്സ്-ലെവാർട്സ് ലോ പറയുന്നത് ബി ഓഫ് ആർ ഈസ് ഈക്വൽ ടു μ0/4π into integral j at the point at r dash cross r cap okay divided by r square into d tau dash. അതായത് ഈ ഇൻ്റഗ്രൽ കളഞ്ഞാൽ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ആ ഡി ടോ ഡാഷ് കാരണമുള്ള ഫീൽഡാണ്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? ഇതാണ് നമ്മുടെ വോളിയം എന്നുണ്ടെങ്കിൽ ഈ ആർ ഡാഷ് എന്ന് പറയുന്ന പോയിന്റിലെ ജെ ആണ് നമ്മൾ എടുക്കുന്നത്. ദാറ്റ് ജെ ടൈംസ് ക്രോസ് ആർ ക്യാപ്പ്. ആർ ക്യാപ്പ് എന്ന് പറയുമ്പം ഇതാണ് നമ്മുടെ ആർ ക്യാപ്പ്. ഓക്കെ, അപ്പം ഇത് രണ്ടും കൂടാണ് നമ്മൾ എടുക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് എടുക്കുമ്പോൾ ആർ ഡാഷ് എന്ന് പറയുന്നത് വേറൊരു ആർ ഡാഷ് ആവും. അതുപോലെ ക്യാപിറ്റൽ ആർ സെപ്പറേഷൻ വെക്ടറും അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. മാറാതെ നിൽക്കുന്ന എന്ത് മാത്രമേ ഉള്ളൂ? ഈ ആറ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ജെ ഓഫ് ആർ ഡാഷ് എന്നും ജെ ആസ് എ ഫംഗ്ഷൻ ഓഫ് ആർ ഡാഷ് എന്നും ക്രോസ് ആർ ക്യാപ്പ്. ഓക്കെ, ആർ ക്യാപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി എന്തുണ്ട്? അതിനകത്തും ആർ ഡാഷ് ടേംസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ദെൻ ഡി ടോ ഡാഷ് എന്ന് എഴുതിയത്. ദെൻ വി ആർ ഇൻ്റഗ്രേറ്റിംഗ് ഓവർ ടു ഗെറ്റ് ദ വാല്യൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ബി ഓഫ് ആർ. ഓക്കെ, ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? വി ഹാവ് ടു കാൽക്കുലേറ്റ് we are going to calculate both del dot b and del cross b. Now let's calculate del dot b. That is del dot b is equal to, just take the del dot of the above expression. എന്താണ് വരിക? Let's see, integral del so okay, μ0/4π കോൺസ്റ്റൻ്റ് ആണ്, അതിന് പുറത്തെടുക്കാം. μ0/4π j ക്രോസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വെക്റ്റർ നേച്ചർ ഉള്ളത് ആർക്കൊക്കെയാണ്? ജെ ക്രോസ് ആർ ക്യാപ്പ്. ഓക്കെ, ഈ ആർ സ്ക്വയറും ഡി ടോ ഡാഷും ഒക്കെ നമുക്ക് വേണമെങ്കിൽ അവിടെ മാറ്റി വെച്ചേക്കാം. ഓക്കെ, ബിക്കോസ് ദേ ആർ ഓൾ സ്കെയിലാർ. എനിവേ നമ്മൾ അതും കൂടെ ഇപ്പോൾ ഫസ്റ്റ് അതും കൂടെ ചേർത്ത് എഴുതുകയാണ്. അതായത് ക്രോസ് പ്രോഡക്റ്റ് പോകുന്നത് ഇത്രയും ടേമിലേക്കായിരിക്കും. ഓക്കെ, പക്ഷേ ഈ ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയറിനെ നമ്മൾ എപ്പോഴും ഒരുമിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ ഡെൽ ക്രോസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയറിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഡെൽറ്റ ഫംഗ്ഷനിലേക്ക് പോകാൻ പറ്റും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഡെൽറ്റ ഫംഗ്ഷനിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതുകൊണ്ട് അത് അതുപോലെ നിർത്തും. എനിവേ, ഡെൽ ക്രോസ് അല്ല, ഡെൽ ഡോട്ട്. സോ ഡെൽ ഡോട്ട് എന്ത് വരും? ജെ. ഓക്കെ, ജെ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആർ ഡാഷ് ക്രോസ് ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ. Okay, r cap by r square. So this is a del dot into d dot dash. Okay, അപ്പോൾ നമുക്ക് ഇത്രയായിട്ട് ആൻസർ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, ഇത്രയും ടൈം എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എന്ത് ഫോമിലാണ്? ഡെൽ ഡോട്ട് എ ക്രോസ് ബി എന്ന് പറയുന്ന ടേമിലാണ്. ഓക്കെ, ഇതെല്ലാം കുറേ സ്റ്റാൻഡേർഡ് ഫോമുലാസ് ആണ്. നമ്മൾ അത്രയും അതായത് പ്രോഡക്റ്റ് റൂൾസിൽ വരുന്ന ഒരു റിലേഷനാണ്. ഈ റിലേഷൻസ് എല്ലാം നിങ്ങൾ ഒന്നുകിൽ വെക്ടർ കാൽക്കുലസിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പഠിക്കുക. നമ്മൾ അത്രയും എടുത്തിട്ടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇല്ലെങ്കിൽ പെട്ടെന്നുള്ള റെഫറൻസിന് ഏറ്റവും നല്ലത് ഗ്രിഫിത്തിൻ്റെ കവർ പേജസിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവിടെ നോക്കിയാൽ മതി, അപ്പോൾ കാണാൻ പറ്റും. ഇൻസൈഡ് കവറിൽ കൊടുത്തിട്ടുണ്ട് ഈ ഡെഫിനിഷൻസ് എല്ലാം. സോ ദിസ് ഈസ് ബി ഡോട്ട് ഡെൽ ക്രോസ് എ മൈനസ് എ ഡോട്ട് ഡെൽ ക്രോസ് ബി എനിക്ക് എഴുതാം. ഓക്കെ, ഡെല്ലും ആക്ച്വലി വെക്ടറാണ്, അതിന് വെക്ടർ സൈൻ കൊടുക്കുന്നില്ലെന്നേ ഉള്ളൂ, അത് നോൺ ആയതുകൊണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഇതുപയോഗിച്ച് നമുക്കിതിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാം. അപ്പം സോ ഹിയർ ഡെൽ ഇതാണ്, ദിസ് ഈസ് മൈ എ ആൻഡ് ദിസ് ഈസ് മൈ ബി. ഓക്കെ, സോ ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് ആ ഇൻസൈഡ് ടേം മാത്രം എഴുതിയാൽ മതിയല്ലോ. സോ ഇൻസൈഡ് ടേം എന്ന് പറയുമ്പോൾ ഡെൽ ഡോട്ട് ജെ ക്രോസ്, നിങ്ങളിത് നോക്കി എഴുതാതെ പെട്ടെന്ന് കൂടെ എഴുതാമെങ്കിൽ എഴുതിക്കോ. സോ ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി ഡോട്ട്, ബി ഈസ് ദിസ് ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ dot del cross A. So that is del cross J. Del cross J. Okay. Del cross J minus ഇനി എന്ത് വരും?
അടുത്തത് ജെ ഡോട്ട് ഡെൽ ക്രോസ് ദാറ്റ് ഈസ് ബി, ദാറ്റ് ഈസ് ആർ ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഈ ഡെൽ ക്രോസ് ജെ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ജെ എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതിയിരുന്നത് ജെ ആസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ഡാഷ് വൈ ഡാഷ് ആൻഡ് ഇസഡ് ഡാഷ് എന്നാണ്. ഓക്കെ, ഇനി ഡെൽ എന്ന് പറയുന്നത് എന്താണ്? ഡെൽ ഈസ് ആക്ച്വലി സം എക്സ് ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് വൈ ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ വൈ പ്ലസ് ഇസഡ് ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ് ആണ്. സോ ദാറ്റ് മീൻസ് ഹിയർ ദ ഡെറിവേറ്റീവ്സ് ആർ വി ആർ ടേക്കിംഗ്, അതും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് വി ആർ ടേക്കിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ ആൻഡ് ഇസഡ്. ഓക്കെ, പക്ഷേ ഇവിടെ നോക്കുക, ജെ എന്ന് പറയുന്നത് എന്തിൻ്റെ ടേംസിലാണ് ആക്ച്വലി വരുന്നത്? ജെ ഈസ് ആക്ച്വലി ഇൻ ടേംസ് ഓഫ് എക്സ് ഡാഷ് വൈ ഡാഷ് ആൻഡ് ഇസഡ് ഡാഷ്. ഫോർ എക്സാമ്പിൾ ഇറ്റ് ക്യാൻ ബി സം എക്സ് ഡാഷ് സ്ക്വയർ എക്സ് ക്യാപ്പ് പ്ലസ് വൈ ഡാഷ് ഇൻറ്റു ഇസഡ് ഡാഷ് സം ഫോം. ഓക്കെ, അതായത് വാട്ട് എവർ ഇറ്റ് ഈസ് ഇറ്റ് വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഡാഷ് ആൻഡ് വൈ ഡാഷ് ഇസഡ് ഡാഷ് ഇൻറ്റു സം വൈക്കാം. ഞാൻ ജസ്റ്റ് ചുമ്മാ എഴുതിയതാണ്. അപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക ജെയുടെ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ജെ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് വി നോ ദാറ്റ് എനിവേ ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ ക്രോസ് പ്രോഡക്റ്റ്, അവസാനം നമ്മുടെ ക്രോസ് പ്രോഡക്റ്റ് വരുന്നത് സം ഡോ ബൈ ഡോ എക്സ് ഓഫ് സംതിങ് എന്നും ഡോ ബൈ ഡോ വൈ ഓഫ് സംതിങ് ഇങ്ങനെ ആയിരിക്കുമല്ലോ വരിക. ഈ സംതിങ് അല്ലെങ്കിൽ ഈ ഡോ ബൈ ഡോ എക്സ് ആക്ട് ചെയ്യുന്നത് എപ്പോഴും എവിടെ ആയിരിക്കും? ഈ എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് ഡാഷിലൊക്കെ ആയിരിക്കും. അപ്പം നമുക്കറിയാം എക്സ് ആൻഡ് എക്സ് ഡാഷ് ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പം നിങ്ങൾ എക്സ് ഡാഷിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 0 വരും. സോ ഈ എടുക്കുന്ന ഡെൽ ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താവും? ദെയർഫോർ ഡെൽ ക്രോസ് ജെ ഈസ് ഈക്വൽ എന്ന് വെച്ചാൽ ഡെല്ല് കിടക്കുന്നത് എക്സ് വൈ സെഡിലും ജെ കിടക്കുന്നത് മറ്റൊരു ടൈംസിലുമാണ്. ഓക്കെ, ഐ മീൻ എക്സ് ഡാഷ് വൈ ഡാഷിൻ്റെ ടൈംസിലുമാണ്. സോ ഡെൽ ക്രോസ് ജെ എന്ന് പറയുന്നത് എന്തായിരിക്കും? വിൽ ബി 0. ഓക്കെ, ഇതിൻ്റെ റീസൺ ഇത് ആർ ഡാഷിലും ഇത് ആറിലുമാണ് എന്ന് മനസ്സിലാക്കുക. ആ ഡിഫറൻസ് കാരണമാണ് ഇത് 0 ആവുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം എന്തായി? 0 ആയി. ഇനി വാട്ട് ഈസ് ദ സെക്കൻഡ് ടൈം? സെക്കൻഡ് ടൈമിൽ നമുക്ക് ആ ജെ ഡോട്ട് ഡെല്ല് ചെയ്യുന്നതിനും ചെയ്യേണ്ട, നമുക്ക് അതിന് പകരം എന്ത് ചെയ്യാം? ഡെൽ ക്രോസ് ആർ ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഇത് ചെയ്യാം. ഇത് നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? യു നോ വാട്ട് ഈസ് ആർ ക്യാപ്പ്? ആർ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞ് നമുക്ക് ഒന്നുകിൽ ഇവിടുന്ന് യൂണിറ്റ് വെക്ടറായിട്ട് എഴുതാം, ഇല്ലെങ്കിൽ ആർ ക്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്യുന്ന ഫോമിലായിരിക്കും ആർ ക്യാപ്പ് ഉണ്ടാവുക. ഓക്കെ, ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ മുകളിലൊരു ഇത് എഴുതി വെച്ചിട്ടില്ലേ, ആർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ആർ ക്യാപ്പ് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ? ദിസ് ഹോൾ ഡിവൈഡഡ് ബൈ ആർ. നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത്? ഞാനത് ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ആറ് നമ്മൾ എഴുതിയിരിക്കുന്നത് എങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കണം എന്നാണ് പറയുന്നത്. എക്സ് മൈനസ് എക്സ് ഡാഷ് ഇൻറ്റു എക്സ് ക്യാപ്പ് പ്ലസ് വൈ മൈനസ് വൈ ഡാഷ് ഇൻറ്റു വൈ ക്യാപ്പ് പ്ലസ് ഇസഡ് മൈനസ് ഇസഡ് ഡാഷ് ഇൻറ്റു ഇസഡ് ക്യാപ്പ്. ദിസ് ഈസ് ആർ. അപ്പോൾ ഇതിനകത്തുനിന്ന് ആർ ക്യാപ്പ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വലിയ പാടുള്ള കാര്യമൊന്നുമില്ല. സോ ആർ ക്യാപ്പ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ദിസ് ആർ ഹോൾ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ, ദാറ്റ് ഈസ് എക്സ് മൈനസ് എക്സ് ഡാഷ് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ ഡാഷ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അങ്ങനെ പോകും. ഓക്കെ, അങ്ങനെ ഇത്രയും ടേംസ് എഴുതിയതിന് ശേഷം അപ്പം നിങ്ങൾക്ക് ആർ ക്യാപ്പിൻ്റെ കമ്പോണൻസ് എല്ലാം കണ്ടെത്താൻ പറ്റും. അപ്പം ആറിൻ്റെ 3 കമ്പോണൻസ് കിട്ടി. അതേപോലെ ഡെൽ ക്രോസിൻ്റെ അറിയാം. നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എക്സ് ക്യാപ്പ് വൈ ക്യാപ്പ് ഇസഡ് ക്യാപ്പ് ദെൻ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ് ദെൻ ഇതിൻ്റെ ആർ ക്യാപ്പിൻ്റെ കമ്പോണൻസും കൂടെ എഴുതിയിട്ട് ചെയ്ത് നോക്കുക. യു വിൽ ഗെറ്റ് 0. ഓക്കെ, ഇല്ലെങ്കിൽ തന്നെ ഈ ആർ ക്യാപ്പ് എന്ന് പറയുന്ന ആൾ എങ്ങനെയായിരിക്കും? വിൽ ബി ഫ്രം ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? നിങ്ങളുടെ സോഴ്സ് പോയിന്റിൽ നിന്ന് എപ്പോഴും റേഡിയലി ഔട്ട്വേർഡായിട്ട് പോകുന്നൊരു വെക്ടറായിരിക്കും ആർ ക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു റേഡിയൽ വെക്ടർ പോലെയാണ്, ബട്ട് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ സോഴ്സ് പോയിന്റ്. അപ്പം ഇതിൻ്റെ എന്താണ് കണ്ടുപിടിക്കുന്നത്? ഡെൽ ക്രോസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്കറിയാം ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ ഔട്ട്വേർഡ് പോകുന്ന ഒരാൾക്ക് ഡെൽ ക്രോസ് എന്തായിരിക്കും? ദാറ്റ് ഡെൽ ക്രോസ് വിൽ ബി 0. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്. ഓക്കെ, അതായത് ആർ വെക്ടർ എന്ന് പറയുന്നത് വെറുതെ എടുത്തിട്ട് നിങ്ങൾ ഡെൽ ക്രോസ് കണ്ടുപിടിച്ച് നോക്കൂ, യു വിൽ ഗെറ്റ് 0. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എന്താ ജോമെട്രിക്കലി ആലോചിച്ചിട്ട് നമുക്കതെന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് 0 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ അത് മാനുവലി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്പ് ഉണ്ടാവുന്നേ ഉള്ളൂ. എനിവേ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ സേ ദാറ്റ് ദിസ് സെക്കൻഡ് ടൈം ഡെൽ ക്രോസ് ആർ ക്യാപ്പും എന്താണ്? 0 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? ആ ഡെൽ ഡോട്ട് ബിയുടെ ഇൻ്റഗ്രലിനകത്ത് വരുന്ന ദാറ്റ് ഇൻ്റഗ്രൻറ്റ് കംപ്ലീറ്റ്ലി ബിക്കം 0. ദാറ്റ് മീൻസ് ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0.
ഓക്കെ. സോ ദിസ് ഈസ് എ യെസ്, നമ്മൾ ഇതിനെക്കുറിച്ച് പിന്നീട് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ തൽക്കാലം ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി വയ്ക്കുക. ദിസ് ഈസ് വൺ ഓഫ് ദ മാക്സ്വെൽസ് ഇക്വേഷൻസ്. ഓക്കെ, 4 ഇക്വേഷൻസ് ഉണ്ട്. അതിനകത്തെ മാക്സ്വെൽസ് ഇക്വേഷനിലെ വൺ ഓഫ് ദ ഇക്വേഷൻസ് ഇതാണ്. ഓക്കെ, സോ നമ്മൾ ഡെൽ ഡോട്ട് ബി കാൽക്കുലേറ്റ് ചെയ്തു. സോ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡൈവേർജൻസ് ലെസ്. ഓക്കെ, ഡെൽ ഡോട്ട് ബി 0 ആണ്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഡെൽ ക്രോസ് ബി. അത് കുറച്ചുകൂടെ സ്റ്റെപ്പ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെൽ ക്രോസ് ബി കാൽക്കുലേറ്റ് ചെയ്യുന്നു. വി ഓൾറെഡി ഹാവ് വാട്ട് ഈസ് ഡെൽ ബി. ഓക്കെ, ബി നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അതേ ഇത് തന്നെ എഴുതുന്നു. ദാറ്റ് ഈസ് μ0/4π ഇൻറ്റു ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് ഓക്കെ ജെ ക്രോസ് r/r² ഓക്കെ ഇൻറ്റു ഡി ടോ ഡാഷ് എന്ന് എഴുതും. ഓക്കെ, അപ്പം ഇനി ഇവിടെ എന്ത് ചെയ്യണം, ഡെൽ ക്രോസ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ഈ ഫോം എന്താണ്, ഡെൽ ക്രോസ് ജെ ക്രോസ് ആർ ക്യാപ്, അതായത് ഡെൽ ക്രോസ് എ ക്രോസ് ബി ഫോമിലാണ് ഇതുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഡെൽ ക്രോസ് എ ക്രോസ് ബിയുടെ എക്സ്പാൻഷൻ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓക്കെ, അതും നമ്മൾ ഇതിനകത്ത് പഠിക്കുന്ന ഡെഫിനിഷനാണ്. ഒരു പക്ഷേ നിങ്ങളിത് മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. സോ ബി ഡോട്ട് ഡെൽ ഇൻറ്റു എ മൈനസ് എ ഡോട്ട് ഡെൽ ഇൻറ്റു ബി ഓക്കെ പ്ലസ് എ ഇൻറ്റു ഡെൽ ഡോട്ട് ബി മൈനസ് ബി ഇൻറ്റു ഡെൽ ഡോട്ട് എ. ഓക്കെ, ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ദാറ്റ്. അപ്പം ഇങ്ങനെ എഴുതി വയ്ക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം, അപ്ലൈയിങ് ദിസ് ടു അവർ ഇക്വേഷൻ വി ക്യാൻ എക്സ്പാൻഡ് ഇറ്റ്. സോ നമ്മുടെ ഇതെന്താണ്, ഡെൽ ക്രോസ് ജെ ക്രോസ് r/r². ഓക്കെ, നമ്മൾ പർപ്പസ്ഫുള്ളി r/r² അതുപോലെ തന്നെ നിർത്തി പോവാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യത്തേത് ബി ഡോട്ട് ഡെൽ, ബി എന്ന് പറയുന്നത് r/r². സോ r/r² ഡോട്ട് ഡെൽ ഇൻറ്റു ജെ ഓക്കെ മൈനസ് അടുത്ത എന്താ വരേണ്ടത്, എ ഡോട്ട് ഡെൽ ദാറ്റ് ഈസ് ജെ ഡോട്ട് ഡെൽ ഓക്കെ ഇൻറ്റു r/b എന്ന് പറയുമ്പോൾ r/r² പ്ലസ് അടുത്തത് എ ദാറ്റ് ഈസ് ജെ ഇൻറ്റു ഡെൽ ഡോട്ട് r/r² മൈനസ് r/r² ഇൻറ്റു ഡെൽ ഡോട്ട് ജെ is equal del dot j. Okay, that's it. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും എഴുതി. അപ്പോൾ ഇനി ഇതിനകത്ത് ഏതൊക്കെ ടേംസ് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് നോക്കിയാൽ സേ ആദ്യത്തെ ടൈം നോക്കാം. സം r ക്യാപ് ഡിവൈഡഡ് ബൈ r² ഡോട്ട് ഡെൽ ഇൻറ്റു ജെ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം ഇത് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക എന്ന് നമുക്ക് വെറുതെ ഒന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, അപ്പം ജെ എന്ന് പറയുന്നത് ഏതിലാണ് കിടക്കുന്നതെന്ന് അറിയാം, r ഡാഷിലാണോ ഉള്ളതെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഇനി ഈ ലെഫ്റ്റ് സൈഡിലെ ആർ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ ഒരു എക്സാമ്പിൾ പറയാം. സപ്പോസ് നമ്മുടെ ഈ ആർ ക്യാപ് ഈ വെക്ടർ, ഇതിനൊരു വെറും ഒരു വെക്ടർ, ഏതെങ്കിലും ഒരു വെക്ടറാണെന്ന് വിചാരിക്കുക. സം എക്സ് ക്യാപ്, അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തോളൂ, സം എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഇൻറ്റു എക്സ് ക്യാപ്പ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഇസഡ്. എന്താ ഇങ്ങനെ പറയുന്നത്, വെക്ടർ ഫീൽഡ് യൂഷ്വലി നമ്മളിങ്ങനെ വരിക അല്ലേ. ഇവിടെ എക്സിൻ്റെ ഫംഗ്ഷൻ മാത്രമല്ല, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഞാൻ ജനറലി അങ്ങ് പറയാണ്, ജി ഓഫ് എക്സ് വൈ ഇസഡ് ഇൻറ്റു സം വാട്ട് ഈസ് കോൾഡ് വൈ ക്യാപ്പ് ഓക്കെ പ്ലസ് എച്ച് ഓഫ് എക്സ് വൈ ഇസഡ് ഇൻറ്റു ഇസഡ് ക്യാപ്പ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് അല്ലേ. ആർ ക്യാപ് ബൈ ആർ സ്ക്വയറിനെ ഒരു വെക്ടറായിട്ട് ജനറലി അങ്ങ് വിചാരിക്കുക. ഡോട്ട് ഞാൻ എന്ത് ചെയ്യണം, ഡെൽ ചെയ്യണം. അപ്പം ഡെൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡെൽ എന്ന് പറയുന്നത് ഓൾ ആക്ച്വൽ മീനിങ് തന്നെ ഡോ ബൈ ഡോ എക്സ് പ്ലസ് വൈ ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് ഇസഡ് ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ്. ഇതാണല്ലോ നമ്മുടെ ഫോമിൽ എഴുതിയാൽ. സോ ദിസ് ടുഗദർ ആക്ട്സ് ഓൺ അനദർ തിങ് കോൾഡ് ജെ. ഓക്കെ, ഇത് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി എന്താണ്, എക്സ് മൈനസ് എക്സ് ഡാഷിൻ്റെ ഫംഗ്ഷനാണ്. ഓക്കെ, എനിവേ ഈ കേസിൽ ഇല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ഇതെല്ലാം ഡോട്ട് ചെയ്യും. ഇത് ഡോട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഓക്കെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ്. ഫൈൻ, അതവിടെ അതുപോലെ നിൽക്കും. ദെൻ അടുത്ത എന്താണ്, പ്ലസ് ജി ഓഫ് എക്സ് വൈ ഇസഡ്
ഓക്കെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഞാൻ എത്ര എഴുതുന്നുള്ളൂ, ഇതേപോലെ ഒരു ടൈമും കൂടെ വരും. ഓക്കെ ഇത് ഏതിലേക്ക് ആക്ട് ചെയ്യും? ദിസ് വിൽ ആക്ട് ഓൺ ജെ, വെക്ടർ ജെ. അപ്പോൾ വെക്ടർ ജെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, അതിനകത്ത് 3 കമ്പോണൻസ് ഉണ്ടാവും. ആ 3 കമ്പോണൻസിലേക്കും ആര് ആക്ട് ചെയ്യും? ജെ കമ്പോണൻറ്റിലേക്ക് ഇത് ആക്ട് ചെയ്യും, കെ കമ്പോണൻറ്റിലേക്ക് ഇത് ആക്ട് ചെയ്യും. അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് മാത്രം, അതായത് ഇത് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഡോട്ട് ഡെൽ എന്ന് പറയുന്ന അങ്ങനെ ഒരു ക്വാണ്ടിറ്റി നമ്മൾ പഠിച്ചിട്ടില്ല. ഓക്കെ ഒരിക്കലും ഒരു എ ഡോട്ട് ഡെൽ എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റി നമ്മൾ പഠിച്ചിട്ടില്ല. അതൊരു മീനിങ് ഫുൾ സാധനമല്ല. മീനിങ് ഫുൾ അല്ല എന്ന് പറഞ്ഞാൽ ഇത് മാത്രമായിട്ടൊരു എക്സിസ്റ്റൻസ് ഇല്ല. ദിസ് ഈസ് ആൻ ഓപ്പറേറ്റർ ഓൺലി. എ ഡോട്ട് ഡെൽ എന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? ഒരു ഓപ്പറേറ്റർ മാത്രമാണ്. അവിടെ നിങ്ങൾക്ക് എന്ത് വേണം? അതിനകത്തേക്ക് ആക്ട് ചെയ്യാൻ വേണ്ടി വേറൊരു ആൾ ആവശ്യമുണ്ട്. ഓക്കെ ആ വേറൊരാളാണ് ആര്? നമ്മുടെ ജെ ഓഫ് ആർ ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ അപ്പം ഇത് എന്തിലേക്ക് ആക്ട് ചെയ്യും? ജെ ഓഫ് ആർ ഡാഷിലേക്ക് ആക്ട് ചെയ്യും. അപ്പോൾ ജെ ഓഫ് ആർ ഡാഷിലേക്ക് ആക്ട് ചെയ്യുമ്പം ആക്ച്വലി ആക്ട് ചെയ്യുന്നത് ആരാണ്? ഈ ഡോ ബൈ ഡോ എക്സും ഡോ ബൈ ഡോ വൈയും ഡോ ബൈ ഡോ ഇസഡും ആണ്. പിന്നെ അതിനെ എന്തുകൊണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യും? എഫ് ഓഫ് എക്സ് വൈ ഇസഡ്. അതിനകത്ത് ഇനിയിപ്പോൾ എക്സ് ഡാഷ് ഉണ്ടായാലോ പ്രശ്നമൊന്നുമില്ല, മൾട്ടിപ്ലൈ ചെയ്യപ്പെടും. പക്ഷേ ഇവിടുത്തെ ഇതിനകത്തേക്ക് ഡെറിവേറ്റീവ് എടുക്കപ്പെടുന്നത് ആരിലാണ്? ഡോ ബൈ ഡോ എക്സിലാണ്. ഓക്കെ പക്ഷേ ഈ ജെ ഇപ്പോഴും കിടക്കുന്നത് എന്തിലാണ്? ആർ ഡാഷിലാണ്. സോ ഡോ ബൈ ഡോ എക്സ് ഈ ആർ ഡാഷ് അതായത് എക്സ് ഡാഷിലേക്ക് ആക്ട് ചെയ്യുമ്പം അത് 0 ആവും. ഡോ ബൈ ഡോ വൈ ആക്ട് ചെയ്യുമ്പോൾ 0 ആവും. സോ കംപ്ലീറ്റ്ലി ദിസ് ബിക്കംസ് 0. ഓക്കെ അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഈ ടേം എന്തായിട്ട് മാറും? 0 ആയി പോകും. ഓക്കെ ഇതിനിപ്പോൾ എങ്ങനെ ആക്ട് ചെയ്താലും ഇതെങ്ങനെ ആക്ട് ചെയ്താലും സം ഫംഗ്ഷൻ ടൈംസ് ഡോ ബൈ ഡോ എക്സ് ഫോമിലേ പോകത്തുള്ളൂ. അപ്പം ഡോ ബൈ ഡോ എക്സിലാണ് ഇത്രയും പാർട്ടിനകത്ത് വരുന്ന ആ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇൻ എക്സ് ആണ്, എക്സ് വൈ ഇസഡ് ആണ്. പക്ഷേ അത് ആക്ട് ചെയ്യുന്നത് എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് ഡാഷിൻ്റെ ഒരു ഫംഗ്ഷനിലേക്കാണ്. സോ ഒബ്വിയസ്ലി ദേ ബിക്കം 0. ഓക്കെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. സോ അതെന്താവും? 0. അപ്പോൾ ഈ ടേം എന്തായിട്ട് മാറി? ദിസ് ടേം ബിക്കംസ് 0. ഓക്കെ ഈ റീസൺ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഇത് ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. ഗ്രിഫിത്തിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട് അവർ. അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ആലോചിച്ചെങ്കിലേ അത് കിട്ടുള്ളൂ. ഓക്കെ ഇനി നമുക്ക് അടുത്ത് നോക്കാം. ദാറ്റ് ഈസ് ജെ ഡോട്ട് ഡെൽ ബൈ ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ. അതവിടെ നിൽക്കട്ടെ, നമുക്ക് അത് പെട്ടെന്ന് ക്യാൻസലായി പോവില്ല. നമുക്ക് ഇവാലുവേറ്റ്. അതുപോലെ ഡെൽ ഡോട്ട് ആർ ബൈ ആർ സ്ക്വയറോ അതുപോലെ നിന്നോട്ടെ. ഇനി ലാസ്റ്റ് ടൈം നോക്കുക, ആർ ബൈ ആർ സ്ക്വയർ. ഓക്കെ ദിസ് ടൈം ആർ ബൈ ആർ സ്ക്വയർ. സോ ആർ ടൈം എന്താണ് പറയുന്നത്? അതിനകത്തൊരു സാധനമുണ്ട് ഡെൽ ഡോട്ട് ജെ. ഓക്കെ ഇനി ഈ ഡെൽ ഡോട്ട് ജെ എന്ന് പറയുന്നത് ഒന്നുകിൽ അത് ആക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം, ഇല്ലെങ്കിൽ വേറൊരു രീതി ചിന്തിച്ചാലും അത് 0 ആണ്. എങ്ങനെ? ഏതർ ഒന്ന് ഡെല്ലാണ്, ഒന്ന് ജെ ഓഫ് എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് ആണ്. ഓക്കെ അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇതെന്തായി? 0 ആയിട്ട് മാറി. ഓക്കെ ഇങ്ങനെ നോക്കിയാൽ മാത്രം മതി, ഇല്ലെങ്കിൽ വേറൊരു രീതി നമ്മളത് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. അപ്പോൾ കുഴപ്പമില്ല. സോ ഡെൽ ഡോട്ട് ജെ ഓഫ് അതായത് ജെ കിടക്കുന്നത് എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡിലാണ്, ഇത് വരുന്നത് ഇതിനകത്താണ് എക്സ് വൈ ഇസഡിലാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ 0. ഓക്കെ സോ അതും എന്തായി? ഇല്ലെങ്കിലും വേറൊരു രീതിയിൽ നമുക്ക് പറയാം ഡെൽ ഡോട്ട് ജെ 0 ആയിരിക്കും എന്നുള്ളത്. കാരണം എന്താണ്? ഡെൽ ഡോട്ട് ജെ 0 ആണ് ഫോർ സ്റ്റഡി കറൻസ്. ഓക്കെ അപ്പം ആ രീതിയിലും എന്താണ്? ഈ ടേം 0 ആയി. ഓക്കെ ഇനി ബാക്കിയുള്ള ടേംസിനെ മാത്രം ഒന്ന് എടുത്താൽ 2 ടേമായിട്ട് അത് റെഡ്യൂസ് ചെയ്യും. ദാറ്റ് 2 ടേംസ് ആർ ഡെൽ ക്രോസ് ജെ ക്രോസ് ആർ ബൈ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ജെ ഡോട്ട് ഡെൽ. ഓക്കെ അപ്പം ഈ ജെയെ ഞാനൊന്ന് ജെ ആർ ഡാഷിലാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഞാനൊരു ഡാഷ് ഇടുകയാണ്. അത് ഉദ്ദേശിക്കുന്നത് ഇതെന്തിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് ഡാഷിലാണ്, ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രം ഞാനൊരു ഡാഷ് കൊടുത്തു. ഇൻറ്റു ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ പ്ലസ് ജെ ഇൻറ്റു ഡെൽ ഡോട്ട് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ. സോ ദിസ് ഈസ് ദ ടേംസ്. ഓക്കെ ഇനി നമുക്ക് ഈ 2 ടേംസിനെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ ഇതിനകത്ത് ആദ്യത്തെ ടേം എടുക്കുന്നു, മൈനസ് ജെ ഡോട്ട് ഡെൽ മൈനസ് ജെ ഡാഷ് ഡോട്ട് ഡെൽ. ഓക്കെ ഡെൽ ഇൻറ്റു ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ. ഓക്കെ അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ചാൽ എങ്ങനെയാണത് മാറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പം ജെ എന്ന് പറയുന്നത് എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് ഡാഷിലാണ്, ഡെൽ എന്ന് പറയുന്നത് എന്തിലാണ്?
എക്സ് വൈ ഇസഡിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് സ്വിച്ച് ചെയ്യുകയാണ്. അതായത് ജെ എന്ത് ചെയ്യുന്നു, ലെറ്റ് ജെ ബി ഇൻ ടേംസ് ഓഫ് ജെ എന്തിൻ്റെ ടൈമിൽ എഴുതുന്നു, എക്സിൻ്റെ ടൈമിൽ എഴുതുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ജെയുടെ ഡാഷ് കളയുന്നു, ആ ഡാഷ് ആർക്ക് കൊടുക്കുന്നു, ഐ എം പുട്ടിങ് ഇറ്റ് ഫോർ ഡെൽ ഡാഷ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതായത് നൗ ദ ഡെറിവേറ്റീവ്, ദാറ്റ് മീൻസ് നൗ ദ ദിസ് now the del operator becomes in x dash y dash z dash and j becomes in terms of x y z. ഓക്കെ, അന്നേരം ഈ മൈനസ് സൈൻ പോവും. അതായത് ഇതിങ്ങനെ തിരിക്കുന്ന സമയത്ത് ഒരു മൈനസ് സൈനും കൂടെ വരും, അതും ഈ മൈനസ് സൈനും കൂടെ ചേർത്ത് പ്ലസ് ആവും. ഓക്കെ, തൽക്കാലം ഞാൻ പറയുന്നത് ഒന്ന് അക്സെപ്റ്റ് ചെയ്യും, നമുക്കത് എങ്ങനെയാണ് വരുന്നത് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ പറയാം. ഈ സ്റ്റെപ്പ് ഒന്ന് എഴുതിയതിന് ശേഷം, സോ ഇൻ ടു ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പം നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, അതായത് സപ്പോസ് നമുക്ക് ഈ കാണുന്ന ഇങ്ങനൊരു ഡെറിവേറ്റീവ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് ഡാഷ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആൻഡ് വി ആർ ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓഫ് ഡോ ബൈ ഡോ എക്സ്. ഓക്കെ, അപ്പം എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് ഡാഷിനകത്ത് എന്തുണ്ട്, എക്സ് ഡാഷ് ഉണ്ട്. ഈ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എക്സ് ഓൺലിയിലാണ്. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത് ഈ എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് ഡാഷിനെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട്, ഓക്കെ ഒരു സെക്കൻഡ്, എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് ഡാഷ് സ്വിച്ച് ചെയ്യേണ്ടെന്നാണ് തോന്നുന്നത്. അതായത് ജെയ്ക്കകത്ത് ഇപ്പോഴും മാറ്റമൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ ജെയ്ക്ക് ഡാഷ് കൊടുക്കുന്നില്ല. ജെ ഇപ്പോഴും എന്തിൽ തന്നെയാണ്. ഓക്കെ, ഒരു സെക്കൻഡ്, ജെ എന്ന് പറയുന്നത് എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് ഡാഷിൽ തന്നെയാണ്. അതേ ജെ തന്നെയാണ് ഇങ്ങോട്ടും വരുന്നത്. ഓക്കെ, പകരം എന്ത് ചെയ്യുന്നു, ഡെൽ എന്തിലായിരുന്നു ഉണ്ടായിരുന്നത്, ഡെൽ എന്ന് പറയുന്നത് ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഫോമിലായിരുന്നു. ദാറ്റ് ഈസ് എക്സ് ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഫോമിലായിരുന്നു പ്ലസ്. ഓക്കെ, അതിനെ എന്ത് ചെയ്യുന്നു, സം എക്സ് ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഡാഷ് ഫോമിലേക്ക് മാത്രം. അതായത് ഡെൽ ബിക്കംസ് ഡെൽ ഡാഷ്. ഓക്കെ, ഇത് മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അതായത് ജെ ചേഞ്ച് ചെയ്യുന്നു. ജെ ചേഞ്ച് ചെയ്യുന്നില്ല, ജെ ഇപ്പോഴും അതേ ലൊക്കേഷനിൽ തന്നെയാണ്. സോ ഇറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് ഡാഷ്. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു, ഡെറിവേറ്റീവ് എടുക്കുന്നത് എന്തിൻ്റെ ടേംസിലേക്ക് ആക്കുന്നു, എക്സ് ഡാഷിൻ്റെ ടേംസിലേക്ക് ആക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായി, ഓക്കെ, ഡെറിവേറ്റീവ് എടുക്കുന്നത് എക്സ് ഡാഷിൻ്റെ ടേംസിലേക്ക് മാറ്റി. ഓക്കെ, അപ്പം ജെ എന്ത് ചെയ്യാണ്, ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുക. അതെന്തിനാണ് മാറ്റിയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, ഇനി ഈ ഡെൽ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററാണ്, അതിനകത്ത് ഡെറിവേറ്റീവ്സ് ഉണ്ട്. അത് ആക്ട് ചെയ്യുന്ന ആരിലേക്കാണ്, ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയറിലാണ്. ഓക്കെ, ആർ ക്യാപ്പിനകത്ത് എന്തുണ്ട്, ഒരു എക്സ് ഡാഷ് ഉണ്ടല്ലോ, എക്സ് മൈനസ് എക്സ് ഡാഷ് ഫോമിലാണല്ലോ. സോ ഇതിനകത്തേക്ക് ആക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെ സ്വിച്ച് ചെയ്യുമ്പോഴാണ് സൈൻ മാറുന്നത്. അതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സം ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് ഡാഷ് ആണെന്ന് വിചാരിക്കാം. ദിസ് ഈസ് ഈക്വൽ ടു, ഞാൻ അല്ലെങ്കിൽ ഇതിനെ എന്താക്കി മാറ്റണം, എനിക്ക് ഡോ ബൈ ഡോ എക്സ് ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് ഡാഷ് ആക്കി മാറ്റണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഉദ്ദേശം. ഇപ്പോൾ എന്ത് സൈൻ ചേഞ്ച് വരും എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് ഡാഷ് എന്തായിരിക്കും നമുക്കറിയാം. ദിസ് വിൽ ബി ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് എക്സ് ഡാഷ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് മൈനസ് എക്സ് ഡാഷ്. കാരണം ഫംഗ്ഷൻ ഓഫ് എക്സ് മൈനസ് എക്സ് ഡാഷ് ആകുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം, ആ എക്സ് മൈനസ് എക്സ് ഡാഷിൻ്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യണം. അതെന്താവും, എക്സിൻ്റെത് 1 ആയിട്ട് മാറും, എക്സ് ഡാഷിൻ്റെത് 0. ഓക്കെ, അപ്പോൾ ഇതെന്താണ് കിട്ടുക, ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് ഡാഷ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് എക്സ് ഡാഷ് എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഡോ എ ബൈ ഡോ എക്സ് ഡാഷ് ഓഫ്, ഇപ്പം ഞാൻ എന്ത് ചെയ്തു, ആ ഡാഷ് അങ്ങ് ഇട്ടു. ഓക്കെ, ഡാഷ് ഇട്ടിട്ട് ഡെറിവേറ്റീവ് എടുക്കുകയാണ്, അതായത് എക്സ് ഡാഷിൽ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. അപ്പോൾ ഇതെന്താവും, ദിസ് ബിക്കംസ് എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് എക്സ് ഡാഷ്. ഓക്കെ, ആ ഫംഗ്ഷൻ്റെ മൊത്തത്തിലുള്ള ഡെറിവേറ്റീവ് വന്നു. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ഒരു എക്സ് മൈനസ് എക്സ് ഡാഷ് ദ ഹോൾ സ്ക്വയർ ചെയ്ത് നോക്കിയാൽ മതി. ഇതെങ്ങനെ വരും, 2 ഇൻറ്റു എക്സ് മൈനസ് എക്സ് ഡാഷ് ഇൻറ്റു ഇത് ചെയ്യുന്ന സമയത്ത് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുമ്പോൾ 1 എന്ന് വരും. ഓക്കെ, ഈ കേസിൽ ഓക്കെ, എക്സ് മൈനസ് എക്സ് ഡാഷ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്തിൻ്റെ ഫംഗ്ഷനാണ്, എക്സ് മൈനസ് എക്സ് ഡാഷിൻ്റെ ഫംഗ്ഷനാണല്ലോ. ഓക്കെ, ഇനി ഇതേ കാര്യം ഇവിടെയും കൂടെ ചെയ്ത് നോക്കാം. ഇനി ഡോ ബൈ ഡോ എക്സ് ഡാഷിൽ ചെയ്യുമ്പോൾ എന്ത് വരും, മൈനസ് ഇത് 0 ആയി, മൈനസ് എക്സ് ഡാഷിൻ്റെത് 1. അപ്പോൾ എന്ത് തോന്നുന്നു, മൈനസ് ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് എക്സ് ഡാഷ്. അപ്പോൾ ഞാൻ ഈ ഡെറിവേറ്റീവ് എക്സിൽ നിന്ന് എക്സ് ഡാഷിലേക്ക് മാറ്റിയപ്പോൾ സംഭവിച്ചത് എന്താണ്, ഒരു മൈനസ് സൈനും കൂടെ അഡീഷണൽ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത് വ്യത്യാസം. ഓർ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് മൈനസ് ഓഫ്
ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് എക്സ് മൈനസ് എക്സ് ഡാഷ് എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ നേരെ തിരിച്ചാണെങ്കിൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു മൈനസ് ഇങ്ങ് ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് വരും? ഡോ ബൈ മൈനസ് ഡോ ബൈ ഡോ എക്സ് ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് ഡാഷ്. ഫോർ എക്സാമ്പിൾ എക്സ് മൈനസ് എക്സ് ഡാഷ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതിനെ നമ്മൾ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡാഷിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് എന്ത് കിട്ടും? ദാറ്റ് ഈസ് 2 ഇൻറ്റു എക്സ് മൈനസ് എക്സ് ഡാഷ് ഇൻറ്റു -1. സോ ദാറ്റ് ഈസ് ഇറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളവിടെ ചെയ്തത്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ ഡെല്ലിലേക്ക് എന്ത് ചെയ്തു? എക്സ് ഡാഷ് ഡെല്ലിനെ നമ്മൾ എക്സ് ഡാഷിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അതാണ് അങ്ങനെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞത് വേറൊന്നിനുമല്ല, ഇങ്ങനെയാണ് ഈ മൈനസ് സൈൻ വരുന്നത്. ആ മൈനസ് സൈനും ഓൾറെഡി ഇക്വേഷനുണ്ടായിരുന്ന ഒരു മൈനസ് സൈനും. ഓക്കെ, അതായത് ഓൾറെഡി ഇക്വേഷനുള്ള മൈനസ് സൈൻ, പിന്നെ സൈനല്ല ഇത് വേരിയബിൾ ചേഞ്ച് ചെയ്യുന്ന സമയത്തുള്ള ഒരു മൈനസ് സൈൻ, ആ രണ്ട് മൈനസും കൂടെ ചേർന്നിട്ട് അതെന്തായി? മൈനസ് ഇൻറ്റു മൈനസ് ടോട്ടലി പ്ലസ് ആയി. അത് പറയാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഓക്കെ, നൗ അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്തായി? ജെ ഡോട്ട് ഡെൽ ഡാഷ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ഡാഷ് ബൈ ആർ ക്യൂബ് എന്നുള്ള ഫോമുല. സോറി, ആർ ക്യൂബ്, ആർ സ്ക്വയർ അല്ലേ? യെസ്, ആർ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് ആർ ക്യൂബ്. ഓക്കെ, അതിനെ ആർ ക്യൂബിലേക്ക് മാറ്റാം. എങ്ങനെയാണ്? അപ്പോൾ ഓക്കെ, സോ ദിസ് ഈസ് ഇറ്റ്. ഇങ്ങനെ അതിൻ്റെ എക്സ് കമ്പോണൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് എടുക്കാം. ഒരു സെക്കൻഡ്. അതിന് മുമ്പ് നമുക്ക് എന്തെഴുതാം? ദിസ് ഹിയർ ഇറ്റ് ഈസ് ആർ ക്യാപ്പ്. ഓക്കെ, നൗ ലെറ്റ്സ് സീ വാട്ട് ഈസ് ദിസ്. ആർ അല്ല, ഇത് ആർ ക്യാപ്പ് ആണല്ലോ. ഇത് ആർ ക്യാപ്പ് ആണല്ലോ. അപ്പോൾ ഞാൻ ഇതിനെ ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ആണ്. ദിസ് ഈസ് ഈക്വൽ ടു ജെ ഡോട്ട് ഡെൽ ഡാഷ് ഓഫ് ആർ ക്യാപ്പിന് പകരം ആർ ക്യാപ്പ്, ഏതൊരു വെക്ടറിൻ്റെയും ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ആർ ബൈ ആർ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഈ ആർ ഞാൻ മേളിൽ കൊടുക്കുന്നു, ദെൻ ഡിവൈഡഡ് ബൈ ഈ മാഗ്നിറ്റ്യൂഡ് ആറും കൂടെ എടുക്കുന്നു. അപ്പോൾ ഇതെന്താവും? ദിസ് ബിക്കംസ് ആർ ക്യൂബ്. ഓക്കെ, ഈ ഫോമിൽ എഴുതാം. ഇങ്ങനെ എഴുതിയാലും ദർ ഇസ് നോ അതർ ചേഞ്ച്. അപ്പം ഇത് മേളിൽ എഴുതിയേക്കുന്നത് ഇതിനകത്ത് ആർ ബൈ ആർ എന്ന് പറയുന്ന ആർ ക്യാപ്പ് ആയിക്കോളും. ഇത് നമ്മൾ നേരത്തെ കൂളംസ് ലോയിൽ ഇങ്ങനെ എഴുതാറുണ്ടായിരുന്നു. ഓക്കെ, കൂളംസ് ലോയിലും പലപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ ആർ ക്യാപ്പ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ എളുപ്പം ഇതാണ്. നൗ അപ്പം ഇത് മൊത്തത്തിൽ ആക്ച്വലി ഒരു വെക്ടറാണ്. ഓക്കെ, ജെ ഡോട്ട് ഡെൽ എന്ന് പറയുന്നൊരു വെക്ടർ ആയിരിക്കുമോ? ഇല്ല. എന്തുകൊണ്ട്? ജെ എന്ന് പറയുന്ന വെക്ടറാണ്, ഡെൽ എന്ന് പറയുന്നൊരു വെക്ടർ ഓപ്പറേറ്ററാണ്. പക്ഷേ ഡോട്ട് എടുക്കുമ്പോൾ അതിനകത്തുനിന്ന് എന്ത് പോവും? കമ്പോണൻസ് എല്ലാം പോവും. പക്ഷേ ഇനി അതുകൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു വെക്ടറിലേക്കാണ്. കാരണം ഇത് മൊത്തത്തിലൊരു വെക്ടറാണല്ലോ. സോ ഫൈനൽ ആൻസർ വിൽ ബി എ വെക്ടർ. പക്ഷേ ജെ ഡോട്ട് ഡെൽ എന്ന് പറയുന്നത് എന്തായിരിക്കില്ല? വെക്ടർ ആയിരിക്കില്ല. അപ്പം ഇതിനകത്ത് വെക്ടർ നേച്ചർ നിലനിർത്തുന്നത് ആര് മാത്രമാണ്? ഈ ആൾ മാത്രമാണ്. ഓക്കെ, നൗ അപ്പം ഇത് മൊത്തത്തിലൊരു 3 ഡയമെൻഷണൽ വെക്ടറാണ്. ആറിനകത്ത് എന്തൊക്കെയുണ്ട്? എക്സ്, വൈ, ഇസഡും എല്ലാം ഉണ്ട്. അപ്പം ഈ ആറിനകത്ത് എന്തൊക്കെയുണ്ട്? ഒരു എക്സ് ക്യാപ്പ്, വൈ ക്യാപ്പ്, ഇസഡ് ക്യാപ്പും ഉണ്ടാവും അല്ലേ? ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഓക്കെ, വേണമെങ്കിൽ അങ്ങനെ കമ്പോണൻറ്റ് ഫോമിൽ എഴുതിയാൽ ദിസ് ഈസ് ഈക്വൽ ടു സം ജെ ഡോട്ട് ഡെൽ ഇൻറ്റു, ഓക്കെ, ജെ ഡോട്ട് ഡെൽ ഡാഷ് ഇൻറ്റു ആർ 1/r ക്യൂബ് കോമൺ ആയിട്ട് ഇങ്ങെടുത്തു. ഓക്കെ, ഇൻറ്റു ഇതെന്ത് വരും? ആർ എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ഡാഷ്, ഓക്കെ, എക്സ് മൈനസ് എക്സ് ഡാഷ് ഇൻറ്റു എക്സ് ക്യാപ്പ് പ്ലസ് വൈ മൈനസ് വൈ ഡാഷ് ഇൻറ്റു വൈ ക്യാപ്പ് പ്ലസ് ഇസഡ് മൈനസ് ഇസഡ് ഡാഷ് ഇൻറ്റു ഇസഡ് ക്യാപ്പ് എന്നുള്ള ഫോമിലാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നു? ഐ ആം ടേക്കിംഗ് ഓൺലി ദ എക്സ് കമ്പോണൻറ്റ്. ഓക്കെ, അതായത് ഈ കാണുന്ന ആളുടെ, അതായത് ജെ ഡോട്ട് ഡെൽ ഇൻറ്റു ആർ ബൈ ആർ ക്യൂബ് എന്ന് പറയുന്ന ആളുടെ എക്സ് കമ്പോണൻറ്റ് മാത്രം എടുത്താൽ എന്ത് വരും? ദിസ് വിൽ ബി ഈസ് ഈക്വൽ ടു ജെ ഡോട്ട് ഡെൽ ഡാഷ്, ഓക്കെ, ജെ ഡോട്ട് ഡെൽ ഡാഷ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ഡാഷ് ബൈ ആർ ക്യൂബ് എന്ന് വരും. ഓക്കെ, അങ്ങനെ അതിനെ നമുക്ക് ഇവിടം വരെ എത്തിക്കാം. ഓക്കെ, എനിവേ നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ഡെൽ ഡോട്ട് ഓഫ് എഫ് എ, വേർ എഫ് എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ഫംഗ്ഷനാണ്, എ എന്ന് പറയുന്നത് ഒരു വെക്ടർ ഫംഗ്ഷനാണ്. ഡെൽ ഡോട്ട് എഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽ ഡോട്ട് എ, ഓക്കെ, എഫ് ഇൻറ്റു ഡെൽ ഡോട്ട് എ പ്ലസ് എ ഇൻറ്റു എ ഡോട്ട് ഡെൽ എഫ് എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാം. ഓക്കെ, ഇതിനകത്തുനിന്ന് എ ഇൻറ്റു ഡെൽ എഫ്, ഓക്കെ, ഓക്കെ, എ ഡോട്ട് ഡെൽ എഫ് എന്ന് പറയുന്നത്, എ ഡോട്ട് ഡെൽ എഫ് എന്ന് പറയുന്നത്, യെസ്, ഓക്കെ, ഫൈൻ, അപ്പോൾ കുഴപ്പമില്ല. എ ഡോട്ട് ഡെൽ എഫ് എന്ന് പറയുന്നത്
is equal to ഓക്കെ ഈ ടൈം ഓക്കെ എ ഡോട്ട് ഡെൽ എഫ് എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് ഓഫ് എഫ് എ ഓക്കെ ഡെൽ ഡോട്ട് ഓഫ് എഫ് എ മൈനസ് എഫ് ഇൻറ്റു ഡെൽ ഡോട്ട് എ എന്ന് എനിക്ക് എഴുതാം. ഓക്കെ അപ്പം ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ആക്ച്വലി ബ്രാക്കറ്റ് കിടക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ എ ഡോട്ട്, അതാണ് എനിക്ക് കൺഫ്യൂഷൻ പെട്ടെന്ന് നോക്കി, എ ഡോട്ട് ഡെൽ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് എഫ് എ മൈനസ് എഫ് ഇൻറ്റു ഡെൽ ഡോട്ട് എ. ഓക്കെ ഇനി നമുക്ക് നമ്മുടെ എക്സ്പ്രഷനിലേക്ക് വീണ്ടും പോവാം. നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ജെ ഡോട്ട് ഡെൽ ഡാഷ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ഡാഷ് ബൈ ആർ ക്യൂബ് എന്നാണ്. ഓക്കെ അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ് ആക്ച്വലി? ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഒരു എക്സ് കമ്പോണൻറ്റ് മാത്രം എടുത്തതാണ്. പക്ഷേ എക്സ് കമ്പോണൻറ്റ് മാത്രം എടുത്തപ്പോഴും ഈ ജെയും ഡെല്ലും എന്ത് ചെയ്യാണ്? അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് എടുക്കുന്നത്. കാരണം ജെയുടെയും ഡെല്ലിൻ്റെയും കമ്പോണൻറ്റ് എടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇതെന്തായിട്ട് മാറും? ദിസ് ബിക്കംസ് എ സ്കെയിലാർ. ഓക്കെ അതുകൊണ്ട് അത് അതേപോലെ എടുത്തു. ദെൻ കമ്പോണൻറ്റ് എടുക്കുന്ന സമയത്ത് പിന്നെ എന്താണുള്ളത്? എക്സ് മൈനസ് എക്സ് ഡാഷ് ഡിവൈഡ് ബൈ ആർ ക്യൂബ്. ഓക്കെ നൗ ഇതൊന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഈ ജെ മാത്രം ഒരു വെക്ടറാണ്, ഡെൽ ഡാഷ് മാത്രം ഒരു വെക്ടറാണ്. എക്സ് കമ്പോണൻറ്റ് മാത്രം എടുത്തതുകൊണ്ട് ഇനി ഈ കാണുന്ന ഇത്രയും ടൈം, ഓക്കെ ഇത്രയും ഈ ഒരു എക്സ്പ്രഷൻ മാത്രം സെപ്പറേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ്? ഒരു സ്കെയിലാറാണ്. ഓക്കെ നൗ വി ക്യാൻ അസ്യൂം ദിസ് ഈസ് എഫ്, ദിസ് ഈസ് അവർ ഡെൽ ആൻഡ് ദിസ് ഈസ് എൻ എ. ഓക്കെ അപ്പം ഇനി നമ്മൾ നോക്കുക. പക്ഷേ ഇവിടെ നിന്ന് അതായത് നമ്മൾ എന്ത് ചെയ്തു? ഇതാണ് നമ്മുടെ ജനറൽ ഒരു എക്സ്പ്രഷൻ ഉള്ളത്, ഡെൽ ഡോട്ട് എഫ് എക്കുള്ള എക്സ്പ്രഷനാണുള്ളത്. അതിനകത്തും നമ്മൾ കണ്ടുപിടിച്ചത് എ ഡോട്ട് ഡെൽ എഫിനുള്ളതാണ് കണ്ടുപിടിച്ചത്. പക്ഷേ നമുക്കുള്ളത് എന്താണ്? എ ഡോട്ട് ഡെൽ എഫ് അല്ല, എ ഡോട്ട് ഡെൽ ഇൻറ്റു എഫ് ആണുള്ളത് അല്ലേ? ഇതിൻ്റെ ഫോം അങ്ങനല്ലേ? എ ഡോട്ട് ഡെൽ ഇൻറ്റു എഫ്. അതായത് ബ്രാക്കറ്റ് കിടക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? എ ഡോട്ട് ഡെല്ലാണ്. പക്ഷേ ഡെഫിനിഷനിൽ കിടക്കുന്നത് എങ്ങനെയാണ്? നേരെ തിരിച്ചാണ്. ഓക്കെ ഇത് തിരിച്ചിട്ടാൽ കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ എ ഡോട്ട് ഡെൽ എഫ്. ഓക്കെ അത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഡെൽ എഫ് കാൽക്കുലേറ്റ്, ഇപ്പം എ ഡോട്ട് ഡെല്ല് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? എ ഡോട്ട് ഡെൽ ആണ് കാൽക്കുലേറ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ. ഓക്കെ എ ഡോട്ട് ഡെൽ, ആദ്യം ഡെൽ എഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡെൽ എഫ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമുക്കറിയാം, എഫ് എന്ന് പറയുന്നത് സം ഫങ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ് ആയിരിക്കും. ഓക്കെ അതിനകത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെൽ ആക്ട് ചെയ്യുന്നത്. ഡെൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ്, ഡോ എഫ് ബൈ ഡോ എക്സ്, പ്ലസ് വൈ ക്യാപ്പ് ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ, പ്ലസ് ഇസഡ് ക്യാപ്പ് ഇൻറ്റു ഡോ എഫ് ബൈ ഡോ ഇസഡ് എന്ന് എഴുതാം. ഇതാണ് ഡെൽ എഫ്. ഓക്കെ അപ്പം ഇവർ പറഞ്ഞ രീതി ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? എ ഡോട്ട് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു. എ എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്ടർ ഫംഗ്ഷനാണ്. വെക്ടർ ഫംഗ്ഷൻ ആകുമ്പോൾ അതിന് 3 കമ്പോണൻ്റ് ഉണ്ടാവും. സം A1 അതൊരു ഫംഗ്ഷൻ ആയിരിക്കും. A1 ഇൻറ്റു എക്സ് ക്യാപ്പ് പ്ലസ് A2 ഇൻറ്റു വൈ ക്യാപ്പ് പ്ലസ് A3 ഇൻറ്റു ഇസഡ് ക്യാപ്പ് എന്ന് വിചാരിക്കാം. ഓക്കെ ഈ A1 എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതിൻ്റെ എക്സ്പ്രഷൻ തന്നെ വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് A1 എന്ന് പറയുന്നത് സം എക്സ് സ്ക്വയർ വൈ എന്നൊക്കെ ഒക്കെ ആയിരിക്കും. നമ്മളത് അത്രയും ഡീപ്പായിട്ട് നമുക്ക് പോകണ്ട, നമുക്ക് ആ എന്ത് സംഭവിക്കുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ഇതങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ഇത് തമ്മിൽ ചെയ്യുമ്പം A1 ഇൻറ്റു ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് A2 ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ പ്ലസ് A3 ഇൻറ്റു ഡോ എഫ് ബൈ ഡോ ഇസഡ് എന്നാവും. ഓക്കെ ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ട്. ഓക്കെ നൗ ലെറ്റ് us ഡു ഇറ്റ് ഇൻ ദ അതർ വേ, ദാറ്റ് ഈസ് എ ഡോട്ട് ഡെൽ ഇൻറ്റു എഫ് എന്ന് ചെയ്ത് നോക്കിയാൽ എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ ദാറ്റ് ഈസ് എ ഡോട്ട് ഡെൽ ഇൻറ്റു എഫ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം, അതായത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന വെക്ടർ കാൽക്കുലസ് ലോ അനുസരിച്ച് അത് കിടക്കുന്നത് എ ഡോട്ട് ഡെൽ എഫ് ആണ്. പക്ഷേ ഇൻഫാക്റ്റ് നമുക്കിവിടെ പ്രൂഫിൽ ആവശ്യമുള്ളത് എന്താണ്? എ ഡോട്ട് ഡെൽ ഇൻറ്റു എഫ് ആണ്. സോ ഇത് രണ്ടും സെയിം ആണെങ്കിൽ തിരിച്ചിടാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയില്ല, നമുക്ക് നോക്കുവാണത്. സോ എ ഡോട്ട് ഡെൽ ഇൻറ്റു എഫ്. ഓക്കെ അപ്പോൾ എ ഡോട്ട് ഡെൽ എന്ത് വരും? എ എന്ന് പറയുന്നത് ഇതാണ്, ഡെൽ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ എക്സ് ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ്. ഓക്കെ അപ്പോൾ അത് നമ്മൾ ഡോട്ട് എടുത്താൽ എന്ത് വരും? A1 ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് A2 ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് A3 ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ്. ദിസ് ഈസ് ആക്ടിങ് ഓൺ എഫ്. എഫ് ഈസ് എ സ്കെയിലാർ ഫംഗ്ഷൻ. അപ്പോൾ ഇതിനകത്തേക്ക് ആക്ട് ചെയ്ത് എന്ത് വരും? ഇത് നേരെ അകത്തോട്ടെടുത്ത് എല്ലായിടത്തും കൊടുത്താൽ മതിയല്ലോ. ദറ്റ് ഈസ് A1 ഇൻറ്റു ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് A2 ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ പ്ലസ് A3 ഇൻറ്റു ഡോ എഫ് ബൈ ഡോ ഇസഡ്. ഓക്കെ ദാറ്റ് മീൻസ് ദേ ആർ ദ സെയിം.
ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഈ ഡെഫിനിഷനെ വേണമെങ്കിൽ ഈ ഡെഫിനിഷൻ മാത്രം ഞാനൊന്നെടുത്ത് താഴോട്ട് മാറ്റുകയാണ്. ഡെഫിനിഷൻ നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, സോ ഇതാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ എന്താണ്? എ ഡോട്ട് ഡെൽ എഫ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതിനെ എനിക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാമെന്ന് മനസ്സിലായി. ഇപ്പം എ ഡോട്ട് ഡെൽ ഇൻറ്റു എഫ്. അപ്പം എഫ് എന്തായിരിക്കണം? സ്കെയിലാർ ആയിരിക്കണം. യെസ്, ഇറ്റ്സ് എ സ്കെയിലാർ. എ എന്ന് പറയുന്നത് എന്തായിരിക്കണം? വെക്ടർ ആയിരിക്കണം. യെസ്, ഇവിടെ വരുന്നത് ജെ ആണ്. അപ്പോൾ സെയിം ഫോമിലാക്കി ഇസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് എഫ് എ മൈനസ് എഫ് ഇൻറ്റു ഡെൽ ഡോട്ട് എ. ഓക്കെ, ഇനി ഇതുപയോഗിച്ച് ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ ഒരേ ഫോമിലാണ്. ഞാനപ്പോൾ അതിനെ മാത്രം എടുത്തൊന്ന് താഴോട്ട് എഴുതാം. ഓക്കെ, സോ നമ്മുടെ എക്സ്പ്രഷൻ എഴുതിയാൽ മതിയായിരുന്നു ഒന്നുകൂടെ. എക്സ് മൈനസ് എക്സ് ഡാഷ് ഇൻറ്റു ആർ ക്യൂബ്. ഓക്കെ, അപ്പോൾ ഇതാണ് എഫ്, ഇതാണ് എ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ ഡെൽ ഡോട്ട് എഫ് എ എന്ന് വരും ആദ്യത്തേത്. അപ്പോൾ ഡെൽ ഡാഷ് ഡോട്ട് എഫ് എ. എഫ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് മൈനസ് എക്സ് ഡാഷ് ബൈ ആർ ക്യൂബ് ഇൻറ്റു എ. എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് നമ്മുടെ ജെ ആണ്. ഓക്കെ, അപ്പം ഡെൽ ഡോട്ട് ഓഫ് ഇത് എഫ് എ, ഡെൽ ഡോട്ട് ആക്ടിങ് ഓൺ എഫ് എ എന്നാണല്ലോ മീൻ, മൈനസ് എഫ് ഇൻറ്റു ഡെൽ ഡോട്ട് എ. എഫ് ഇൻറ്റു ഡെൽ ഡോട്ട് എ എന്താണ്? എഫ് എന്ന് പറയുന്നത് നൗ ദിസ് എഫ് ഈസ് എക്സ് മൈനസ് എക്സ് ഡാഷ് ബൈ ആർ ക്യൂബ് ഇൻറ്റു അടുത്ത എന്താണ്? ഡെൽ ഡോട്ട് എ, ദാറ്റ് ഈസ് ഡെൽ ഡാഷ് ഡോട്ട് ജെ. ഓക്കെ, ഇത്രയും നമുക്ക് എഴുതി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്ത് എത്തിച്ചത്. ഇനി ഓക്കെ, ഈ ടേം അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇതൊന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കുമ്പം ഈ ഡെൽ ഡാഷ് ഡോട്ട് ജെ ആയി അല്ലേ. ഇനി ഈ ഡെൽ ഡാഷ് ഡോട്ട് ജെ എന്താവില്ല? ഇറ്റ് വോണ്ട് ബിക്കം സീറോ. വൈ? ഡയറക്ട്ലി ഇറ്റ് വോണ്ട് ബിക്കം സീറോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പറ്റത്തില്ല. നേരത്തെ എങ്ങനെയായിരുന്നു നമ്മൾ ഡെൽ ഡോട്ട് ജെ സീറോ ആക്കിയത്? ഡെൽ ഡോട്ട് ജെ സീറോ ആക്കിയത് ജെ ഈസ് ഇൻ ടേംസ് ഓഫ് എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് ഡാഷ് ആൻഡ് ഡെൽ ഈസ് ഇൻ ടേംസ് ഓഫ് എക്സ് വൈ ആൻഡ് ഇസഡ്. അപ്പോൾ ഇത് തമ്മിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സീറോ. പക്ഷേ ഇപ്പം നമ്മൾ ആ വേരിയബിൾ സ്വിച്ച് ചെയ്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഇത് എക്സ് വൈ എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് ഡാഷിലായി. ജെയുടെ വേരിയബിൾസ് നമ്മൾ മാറ്റിയിട്ടില്ല. അത് ഞാൻ നേരത്തെ അതാണ് തിരുത്തി രണ്ടാമത് പറഞ്ഞത്. ജെയുടെ വേരിയബിൾസ് മാറ്റിയിട്ടില്ല. ജെ ഇപ്പോഴും എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് ഡാഷിലാണ്. ദാറ്റ് മീൻസ് നൗ വി ക്യാൻ കാൽക്കുലേറ്റ് ദിസ്. ഓക്കെ, കാരണം ഡയറക്റ്റ്ലി എടുക്കുമ്പോഴേ പോവില്ല, നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷേ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ആലോചിക്കുക, നമ്മൾ പഠിച്ചിട്ടുള്ള സാധനമുണ്ട് ഡെൽ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ റോ ബൈ ഡോട്ട് ടി, റോ ബൈ ഡോട്ട് ടി. ഓക്കെ, പക്ഷേ ഒരു സ്റ്റഡി കറണ്ട് ആണെങ്കിൽ, ഓക്കെ, സ്റ്റഡി കറണ്ട് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഡോറോ ബൈ ഡോട്ട് ടി സീറോ ആവും. സ്റ്റഡി കറണ്ടിൻ്റെ ഒരു ഡെഫിനേഷൻ എന്തായിരുന്നു? നമ്മളിങ്ങനെ കറണ്ട് പാസ് ചെയ്തൊരു വയറിലൂടെ പോകുന്ന സമയത്ത് എങ്ങും എന്തുണ്ടാവില്ല? ദെയർ വോണ്ട് ബി എനി അക്യുമുലേഷൻ. ഓക്കെ, അങ്ങനെ അക്യുമുലേഷനോ ഒന്നും ഡെൻസിറ്റി എപ്പോഴും, ചാർജ് ഡെൻസിറ്റി എപ്പോഴും എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും. ഒരിടത്തും എന്തുണ്ടാവില്ല? അക്യുമുലേഷനോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഓഫ് ദാറ്റ്. ഓക്കെ, അതുണ്ടാവില്ല. സോ ഈ ടേം എന്താവും? സീറോ. അല്ലെങ്കിൽ ഇത്രയൊന്നും പറയണ്ട. ദാറ്റ് മീൻസ് വി ആർ കൺസിഡറിങ് ഓൺലി സ്റ്റഡി കറണ്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ ഓൺലി സ്റ്റഡി കറണ്ട്സ്. സോ ഡെൽ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു സീറോ. സോ ദിസ് ടേംസ് ബിക്കം സീറോ. ഇനി വീണ്ടും ഒരു ടേം കൂടി കിടക്കുകയാണ്, ദാറ്റ് ഈസ് ദിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. അപ്പം ഇത് ആക്ച്വലി ഒരു ഇൻ്റഗ്രലിൻ്റെ അകത്തുനിന്ന് എടുത്ത സാധനമാണ് നമ്മൾ ഈ ചെയ്ത് വന്നത്. ഓക്കെ, ഏതായിരുന്നു ആ ഇൻ്റഗ്രൽ? പറഞ്ഞു വന്നല്ലേ. യെസ്, അതായത് ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ബൈ 4π ഇൻറ്റു ഡെൽ ക്രോസ് ജെ ക്രോസ് ആർ ബൈ ആർ സ്ക്വയർ ചെയ്തിട്ടാണ് നമ്മളെവിടെ എത്തിയത്. അല്ല, അത് ചെയ്തില്ല, ഇനിയുണ്ട് അതിനകത്തൊരു ടൈം കൂടെ അല്ലേ. ഐ തിങ്ക് സോ. ഇനി ഒരെണ്ണോടുണ്ട്. എന്നിട്ടാണ് നമ്മൾ എവിടെ എത്തിയത്? ഈ ടേമിലെത്തിയത്. ഈ പർട്ടിക്കുലർ ടേം മാത്രമാണ് ചെയ്ത് എവിടെ എത്തിച്ചത്? അവിടെ എത്തിയത്. ഇനി എന്തും കൂടെ ഉണ്ട്? ജെ ഇൻറ്റു ഡെൽ ഡോട്ട് ആർ ബൈ ആർ സ്ക്വയർ ഉണ്ട്. ഓക്കെ, ഞാനപ്പം ഈ രണ്ട് ടേമിനെ എടുത്തിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് എഴുതുകയാണ്. സോ കുറച്ചധികം കൂടുതലുണ്ടെന്ന് എനിക്കറിയാം ഇപ്പോൾ പറഞ്ഞു വരുമ്പം.
ഓക്കെ, ഇതാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇതായിരുന്നു. സോ ഇതായിരുന്നു എവിടെ വന്നത്, നമ്മുടെ ഇൻ്റഗ്രലിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ എന്തായിരുന്നു, μ0 ബൈ ഓക്കെ ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു, നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത് പരീക്ഷയ്ക്ക് വരുമോ എന്നുള്ളതായിരിക്കും അല്ലേ, μ0 ബൈ 4π ഇൻറ്റു ഇൻ്റഗ്രൽ ദിസ് ഇൻ ടു ഓക്കെ ഡി ടോ എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ഇൻ്റഗ്രൽ. ഓക്കെ, അപ്പോൾ ഇതിനകത്തെ ഈ പാർട്ടിൽ നമ്മൾ തൊട്ടിട്ടില്ല, ഈ പാർട്ട് ഇനി എടുക്കാനിരിക്കുന്നേ ഉള്ളൂ. ഈ പാർട്ട് മാത്രമാണ് ചെയ്ത് നമ്മൾ അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് മാത്രം നമ്മൾ എവിടെ എത്തിച്ചത്, ഈ ടേമിൽ എത്തിച്ചത്. ഓക്കെ, അപ്പോൾ ആ എക്സ് കമ്പോണൻറ്റിൻ്റെ അപ്പം ഇതുപോലൊരു എക്സ് കമ്പോണൻ്റ് ഉണ്ടാവും, ഒരു വൈ കമ്പോണൻ്റ് ഉണ്ടാവും, ഇസഡ് കമ്പോണൻ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സോ ഇത് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്, ദ ഫൈനൽ ആൻസർ ഈസ് del dash dot of x minus x dash by r cube ഓക്കെ ഇൻറ്റു ജെ എന്ന് കിട്ടി. ഓക്കെ, ഇതാണല്ലോ നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് ആ ടേമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പം ഇനി നമുക്ക് ഇത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റഗ്രലിനെ എനിക്ക് വീണ്ടും രണ്ടായിട്ട് വേണേൽ സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ, μ0 ബൈ 4π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ജെ ഡോട്ട് ഡെൽ ഓക്കെ ഇൻറ്റു ആർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ടോ പ്ലസ് ഇൻ്റഗ്രൽ ഇവിടെ ഒരു μ0 ബൈ 4π ഞാൻ കൊടുക്കാം. സോ μ0 ബൈ 4π ജെ ഇൻറ്റു ഡെൽ ഡോട്ട് ആർ ബൈ ആർ സ്ക്വയർ ഡി ടോ. ഓക്കെ, നമ്മുടെ ഇൻ്റഗ്രൽ ഇങ്ങനായിട്ട് മാറിയിട്ടുണ്ട് രണ്ട് ടേമായിട്ട്. ഇനി ഈ ടേമിനെ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ടേമിൻ്റെ എക്സ് കമ്പോണൻറ്റ് മാത്രം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കാരണം ഈ ടേമിൻ്റെ എക്സ് കമ്പോണൻറ്റ് മാത്രം എടുത്ത് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കും, ഈ ഒരു ടേമിൻ്റെ ആ ടേമിനെ ലെറ്റ് മീ കോൾ സം എ എന്നോ അല്ലെങ്കിൽ സം പാർട്ട് 1 എന്നങ്ങാണ് ഞാൻ വിളിക്കാം, എടുത്തെഴുതുന്നതാണ് നല്ലത്. ആ ടേമിൻ്റെ എക്സ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ദിസ് ഈസ് ഈക്വൽ ടു അതിനെ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ μ0 ബൈ 4π ഇൻ്റഗ്രൽ എക്സ് മൈനസ് എക്സ് ഡാഷ് ബൈ ആർ ക്യൂബ് ഓക്കെ ഇൻറ്റു ജെ, ഇവിടെ ഒരു ഡെൽ ഡോട്ട് ഉണ്ടല്ലേ, സോറി. So here we have a del dash dot into j okay into d tau dash. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് ഏതിലാണ്, ഇൻ്റഗ്രേഷൻ ഈസ് ഇൻ ഡി ടോ ഡാഷ്. അത് നമ്മുടെ ഈ ഡി ടോ ഡാഷ് ആണ്, അത് നമ്മൾ ആദ്യമേ ഡെഫിനേഷനിൽ എഴുതിയ ഡി ടോ ഡാഷ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, ഇതെന്താണ്, ഡൈവേർജൻറ്റ് ഓഫ് എ വെക്റ്റർ ഫംഗ്ഷൻ ഓൺ എ വോളിയം. ഓക്കെ, നമുക്കറിയാം ഇൻ്റഗ്രൽ ഓവർ എ വോളിയം ഓക്കെ ഡെൽ ഡോട്ട് എ ഡി ടോ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ ഡൈവേർജൻസ് തിയറം വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ജെ ഡോട്ട് എ ഡോട്ട് ഡി എ എന്ന് എനിക്ക് എഴുതാം അല്ലേ, എ ഡോട്ട് ഡി എ എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, ഗോസ് ഡൈവേർജൻസ് തിയറം എന്ന് പറയുന്നത് ഇതാണ്, അല്ലെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇതെന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, ഡൈവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ആ ഗോസസ് ലോ തന്നെയാണ് ബേസിക്കലി ആ സാധനം. ഓക്കെ, അപ്പം ഈ ഫോമിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഇതിനെ എനിക്ക് എന്ത് ചെയ്യാം, I can convert it into μ0 by 4π into integral okay over the total surface എന്തായി x minus x dash divided by r cube okay into j, അതാണല്ലോ നമ്മുടെ ടോട്ടൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, j ഡോട്ട് ഡി എ എന്നുള്ള ഫോമിലേക്ക് മാറി. ഓക്കെ, ഇനി തീർന്നിട്ടില്ല. ദിസ് ഈസ് ഈക്വൽ ടു μ0 by 4π, ഇത് ഇൻ്റഗ്രലിൽ തന്നെ വരും, പക്ഷേ ഇതെന്താണ്, ഒരു സ്കെയിലാർ ഫംഗ്ഷൻ ആണല്ലോ. എക്സ് മൈനസ് എക്സ് ഡാഷ് ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് എന്ന് പറയുന്ന ഒരു സ്കെയിലാർ മാത്രമാണ്. നമുക്ക് അപ്പം ഈ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡോട്ട് എടുക്കുന്നതും അല്ലെങ്കിൽ ഡോട്ട് എടുത്തിട്ട് സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സെയിം ആണ്. സോ ജെ ഡോട്ട് ഡി എ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടം വരെ എത്തിച്ചു. ഇനി വാട്ട് ഈസ് ദിസ് ജെ ഡോട്ട് ഡി എ എന്നുള്ളത് നോക്കാം. ഓക്കെ, ജെ ഡോട്ട് ഡി എ ഡാഷ് ആണ്, കാരണം ഡി ടോ ഡാഷിൻ്റെ കറസ്പോണ്ടിങ് ഇൻ്റഗ്രലാണ് വരുന്നത്, അപ്പോൾ ഡി എ ഡാഷ് ആണ്. അപ്പോൾ നമ്മൾ എന്തായിരുന്നു ചെയ്തത്, ഒരു വോളിയം കൺസിഡർ ചെയ്തു, ആ വോളിയത്തിനകത്തൂടെയുള്ള കറണ്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയായിരിക്കും വോളിയം കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്പം ഒരു വോളിയം കൺസിഡർ ചെയ്തു, അതിനകത്തൂടെ എന്ത് ചെയ്യുന്നു, കറണ്ട് പാസ് ചെയ്തു പോകുന്നു, അല്ലെങ്കിൽ ആ വോളിയത്തിനകത്ത് എന്തുണ്ട്, ഇൻസൈഡ് ദാറ്റ് വോളിയം ദർ ഈസ് എ കറണ്ട്. ഓക്കെ, ആ കറണ്ട് കാരണമുള്ള എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വി ആർ കാൽക്കുലേറ്റിംഗ് ദ വാല്യൂസ് ഓഫ് ഡെൽ ക്രോസ് ബി.
അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഇൻ്റഗ്രലിനകത്ത് എന്ത് വന്നു, ജെ ഡോട്ട് ഡി എ ഡാഷ് എന്ന് പറയുന്നൊരു ടേം വന്നു. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഹിയർ ദ കറൻറ്റ്സ്, ഓക്കെ, അല്ലെങ്കിൽ ജെ എന്ന് പറയുന്നത് എവിടെയാണ്, ദേ ആർ എൻക്ലോസ്ഡ് ബൈ ദ വോളിയം. ഓക്കെ, എൻക്ലോസ്ഡ് ബൈ ദ വോളിയം ഓർ ദേ ആർ ഇൻസൈഡ് ദ വോളിയം. ജെ എന്ന് പറയുന്നത് എവിടെയാണ്, ഇതിനകത്താണുള്ളത്. സോ ഇതിനകത്താണ് ജെ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ സർഫസിൽ, ഓക്കെ, ഇതിൻ്റെ സർഫസിൽ എന്തുണ്ടാവില്ല, ദർ വോണ്ട് ബി എനി ജെ. ഓക്കെ, കറണ്ട് എപ്പോഴും എവിടെ ആയിരിക്കും, ദ കറണ്ട് വിൽ ബി ഇൻസൈഡ് ദ കണ്ടക്ടർ, അല്ലെങ്കിൽ ദ കറണ്ട് വിൽ ബി current or current density, okay, will be inside the volume, therefore surface കൂടെ എന്തുണ്ടാവില്ല, there won't be any flux through the surface. ഇതെന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ആണല്ലോ, j dot d എന്താവും 0. okay, so this is also become 0 for everything. അപ്പം ബാക്കി ഏത് x component, y component, z component എടുത്താലും എന്താവും 0 ആവും. that means this term completely become, ഈ ഇൻ്റഗ്രൽ എന്താവും 0. ഇനി ഒരു പാർട്ടുകളുണ്ട്, അതുകൂടി ഇപ്പോൾ ചെയ്ത് തീർക്കാം, എന്നിട്ട് ഞാനൊരു 5 minutes ബ്രേക്ക് തരാം. സോ ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു, ഇനി എന്താണ് ബാക്കിയുള്ളത്, μ0/4π ഇൻറ്റു ഇൻ്റഗ്രൽ ജെ ഇൻറ്റു ഡെൽ ഡോട്ട്. ഓക്കെ, ജെ എന്ന് പറയുന്നത് ഏതിലാണ്, ആർ ഡാഷിലാണ്, ജെ ഓഫ് ആർ ഡാഷ് ഇൻറ്റു ഡെൽ ഡോട്ട് ആർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ടോ ഡാഷ്. ഓക്കെ, now what is this del dot r by r square, del dot r by r square. okay, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, this is called the 3-dimensional delta function. okay, delta function എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതെന്താണ്, this is equal to 4π ഇൻറ്റു ഡെൽറ്റ ക്യൂബ്, അതായത് 3-dimensional ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡെൽറ്റ ക്യൂബ് r ആയിരിക്കും. ഓക്കെ, this is, അപ്പോൾ നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഡെൽ ഡോട്ട് ഇതിനെന്തെനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, μ0/4π. നിങ്ങൾ നമ്മുടെ വെക്ടർ കാൽക്കുലസ് പഠിച്ചെടുത്ത് ഡെൽറ്റ ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ പോയി നോക്കിയാൽ മതി. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ഏതോ ചെയ്തിട്ടുണ്ടെന്നാണ് ഓർമ്മ. സോ സിമ്പിൾ പ്രോബ്ലംസ്, ജെ ഓഫ് ആർ ഡാഷ് ഇൻറ്റു 4π ഡെൽറ്റ ക്യൂബ് ഓഫ് ആർ എന്ന് എനിക്ക് എഴുതാം ഇൻറ്റു ഡി ടു ഡാഷ്. ഇനി വാട്ട് ഈസ് ദിസ് ആർ, സോ μ0/4π into integral j of r dash into 4π delta cube of r എന്ന് പറഞ്ഞാൽ എന്താണ്, r minus r dash ആണ്. ഓക്കെ, ഇൻറ്റു ഡി ടോ എന്നിരിക്കണം. സോ ഫൈനലി ഇതെന്താവും, ഓക്കെ, ഡെൽറ്റ ക്യൂബ് ഓഫ് ആർ മൈനസ് ആർ ഡാഷ്. ഇനി ഈ ഡെൽറ്റ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ്, ഡെൽറ്റ ഓഫ് എന്താണോ വരുന്നത് അത് 0 ആകുമ്പം മാത്രം എന്താവും, ആ ഫംഗ്ഷൻ ഒരു ഇൻ്റഗ്രലിനകത്തേക്ക് വരും. ദാറ്റ് മീൻസ് at 0 its value will be infinity, otherwise it is അതായത് ഇപ്പം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, സാധാരണ ഒരു ഡെൽ ഓഫ് എക്സ് ഞാൻ ഡിഫൈൻ ചെയ്താൽ when x is equal to 0, this has an infinite value, and when x not equal to 0, this is 0. ഇങ്ങനെയാണ് നമ്മൾ ഡെൽറ്റ ഓഫ് എക്സിനെ ഡിഫൈൻ ചെയ്തത്. അതേപോലെ ഡെൽറ്റ ഓഫ് ആറിനെ ഡിഫൈൻ ചെയ്യുക ഇങ്ങനെയായിരിക്കും, ആർ മൈനസ് ആർ ഡാഷ് ആണെങ്കിൽ, അതായത് ഈ ബ്രാക്കറ്റിൽ വരുന്നത് 0 ആവുന്ന സ്ഥലത്താണ് എന്താണ് ആ ഫംഗ്ഷൻ ഒരു ഇൻഫൈനൈറ്റ് വാല്യൂ ഉണ്ടോ, ഇങ്ങനെ ഒരു വാല്യൂ ഉണ്ടോ. ഓക്കെ, അപ്പം ആ പോയിന്റ് മാത്രം ഞാൻ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതെന്തായിക്കോളും, ഈ ഡെൽറ്റ ഫംഗ്ഷൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും 1 ആവുന്ന രീതിയിലായിരിക്കും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറിക്കോളും, 1 ആയിട്ട് മാറിക്കോളും. ആ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇവിടെ മാത്രമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടം തൊട്ട് ഇവിടം വരെ ഒന്നും ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട, കാരണം ഈ ബാക്കി സ്ഥലത്തെല്ലാം എന്താണ് 0 ആണ്, ഇവിടെ എല്ലാം എന്താണ് 0 ആണ്. ഈ പോയിന്റിലെ വാല്യൂ മാത്രം എടുത്താൽ മതി. ദാറ്റ് മീൻസ് ഇതെവിടെയാണ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുക, ആർ ഈസ് ഈക്വൽ ടു ആർ ഡാഷ്, ആർ മൈനസ് ആർ ഡാഷ് ഈസ് ഈക്വൽ ടു 0 ആവുക. ദാറ്റ് ഈസ് ആർ ഡാഷ് ഈസ് ഈക്വൽ ടു ആറിലായിരിക്കും അതിന് വാല്യൂ ഉണ്ടാവുക. സോ ദിസ് ബിക്കംസ് μ0/4π ഇൻറ്റു 4π ഡെൽറ്റ ക്യൂബ്. സോ ഡി ടോ ഡാഷ്, ഇനി ഇൻ്റഗ്രൽ ഒന്നും വേണ്ട, ജെ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ. അതിനകത്ത് ആർ ഡാഷിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം, ഐ ക്യാൻ ഗിവ് ജെ ഓഫ് ആർ. സോ 4π and 4π got cancelled and I got μ0j. The LHS was del cross B. So del cross B is equal to μ0j and we generally defined it. Okay, ഒരു ജനറൽ ബയോട്ട്-സവാർട്ട്സ് ലോയിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, μ0j എന്ന് പറയുന്ന ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു μ0j എന്ന് പറയുന്ന എക്സ്പ്രഷൻ കാൽക്കുലേറ്റ് ചെയ്തു. ആൻഡ് ദിസ് ഈസ് കോൾഡ് ദ ആംപിയേഴ്സ് ലോ ഇൻ
ഡിഫറൻഷ്യൽ ഫോം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ചെയ്തു വന്ന സ്റ്റെപ്പുകൾ കുറച്ചധികം ഉണ്ട്. ഡെൽ ഡോട്ട് ബി കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. അത് അങ്ങനെ ഒരു റിസൾട്ട് കൂടി കിട്ടിയിരുന്നു. ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അതിന് നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഡെൽ ക്രോസ് എടുത്തു. അവിടെ വെക്ടർ ഐഡൻറ്റിറ്റീസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ ആൻസറിലെത്തിയത്. സോ ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, നിങ്ങൾ ആ ഡെറിവേഷൻ ഒന്നുകൂടെ നോക്കുന്നത് നല്ലതാണ്. കുറച്ച് ലോങ് സ്റ്റെപ്സ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ.